Hi all, a fantastic good evening. So നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സോ ഇന്ന് നമ്മൾ ഒരു വണ്ടർഫുൾ വെബിനാറിന് തുടക്കം കുറിക്കുകയാണ്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ഗസ്റ്റ് സ്പീക്കർ ആയിട്ട് വി ഹാവ് മിസ് ഹർഷ പട്ടത്തിൽ. ഷീസ് എ ക്വാണ്ടിറ്റി സർവേയർ ഫ്രം ലണ്ടൻ. ഓക്കെ, എൻ്റെ വോയിസ് ഓഡിബിൾ ആണല്ലോ അല്ലേ? ഹലോ? യെസ് സർ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഫൈൻ. സോ ഞാൻ ഹർഷ മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഹലോ ഹർഷ. ഫാന്റാസ്റ്റിക് ഈവനിങ്. എന്താ വിശേഷം? സുഖം. ഓക്കെ ഫൈൻ. സോ നമുക്ക് ഇന്ന് ഈ ഒരു വെബിനാർ സെഷനിൽ നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്. അറ്റ് ദി സെയിം ടൈം എന്താണ് ഇപ്പോ നമുക്ക് ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പിന്നെ ജസ്റ്റ് എക്സാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്, പ്രൊഫഷനിലേക്ക് വരാൻ നിൽക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, സോ ഞാൻ അവരെ എല്ലാരെയും വെൽക്കം ചെയ്യാണ്. ഓക്കെ, വൺസ് അഗെയിൻ ഐ എം വെൽക്കമിങ് യു ടു ദ സെഷൻ. ഓക്കെ, സോ ഞാൻ ഹർഷ മാമിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ പറയാം. ഷീ ഈസ് എക്സ്പീരിയൻസ്ഡ് സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് എക്സ്പെർട്ടൈസ് ഇൻ ക്വാണ്ടിറ്റി സർവേയിങ്, and also she has a very excellent expertise in as a project estimator, quantity surveyor, and as a resident engineer across diverse locations. നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഓക്കെ, ഇന്ത്യയിലും ദുബായിലും അതുപോലെ തന്നെ she is currently working in London as quantity surveyor. Okay, and സംസാരിക്കുന്ന എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഓൾസോ എ ക്വാണ്ടിറ്റി സർവേയർ. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിന്റെ മോഡറേറ്റർ ആണ്. ഓക്കെ, ഇപ്പോ ഈ ഒരു റോളിൽ മോഡറേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനും എന്താണ് ഒരു ക്വാണ്ടിറ്റി സർവേയർ ആണ്. ആൾസോ ഹാവ് പ്രൊഫിഷ്യൻസി ഇൻ പ്രീ ആൻഡ് പോസ്റ്റ് കോൺട്രാക്ട് ക്വാണ്ടിറ്റി സർവേയിങ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് വരാം. ഓക്കെ, ഹർഷ കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സെഷൻ? സോ ഇന്ന് ഞങ്ങൾ ഹർഷയുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. ഓക്കെ, സോ നമ്മളെ ഈ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് ദ സെഷൻ. ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ആസ് യു സീ ഇൻ ദ സ്ക്രീൻ, നമുക്ക് ഫസ്റ്റ് ഇൻസൈറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് സെഷൻ. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെഷന് ശേഷം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. അതിൽ നമ്മളിപ്പോ നമ്മുടെ ഈ ഒരു സെഷനിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും നമ്മൾ ചോദിച്ചതിലുപരി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, അവർക്കും ചോദിക്കാനുള്ള ഒരു ഓപ്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ 2 സെഷൻസ് ആണ് നമുക്കുള്ളത്. സോ വി ആർ മൂവിങ് ഇൻ ടു ദ ഫസ്റ്റ് സെഷൻ. ഹർഷ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ ഫൈൻ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, how did you choose quantity surveying as your profession? Okay, please tell us about your professional timeline. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത്? കാരണം നമുക്ക് പല ആളുകളും ഇപ്പൊ നമ്മൾ സെമിനാർസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും പല വിഷൻസ് ആണ്. അവർ സൈറ്റ് എഞ്ചിനീയറിംഗിലേക്ക് പോയി, പിന്നെ കുറച്ചു കാലം വർക്ക് ചെയ്ത് പിന്നീടാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രൊഫഷനെ കുറിച്ച് അറിഞ്ഞതിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി അല്ലെങ്കിൽ അവർ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ഈ പ്രൊഫഷനെ കുറിച്ച് അറിഞ്ഞ് അതിലേക്ക് വരുന്നുണ്ട്. ഹർഷയുടെ ഒരു എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയതെന്ന് പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ. എന്നെ പഠിപ്പിച്ച ജീജ മിസ് ഇവിടെ ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. മിസ്സിന് നമസ്കാരം. ജീജ മിസ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ നമസ്കാരം ഹർഷ, സന്തോഷം കണ്ടതില് രണ്ടുപേരും. അപ്പോ താങ്ക് യു. അപ്പോ ക്വാണ്ടിറ്റി സർവേയിങ് ബേസിക്കലി എനിക്ക് മാത്തമാറ്റിക്കൽ സ്കിൽസിനോടായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോ അത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ എനിക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റി സർവേയിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ബിടെക് കഴിഞ്ഞ് ചൂസ് ചെയ്യുന്ന പ്രൊഫഷന് കുറെ ലിമിറ്റ്സ് ഉണ്ട്. നമ്മളൊരു മാസ്റ്റേഴ്സ് ചെയ്യാതെ എടുക്കുന്ന ഒരു പ്രൊഫഷന്. അപ്പോ ഈ സൈറ്റ് പലപ്പോഴും ഭയങ്കരമായിട്ട് പല സൈറ്റും പല പോലെയായിരിക്കും. ചില സൈറ്റ്സ് നല്ലതായിരിക്കും, ചില സൈറ്റിൽ ഒരുപാട് സ്ട്രെസ്സും ഒക്കെ തരുന്ന സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു
പ്രൊഫഷൻ ആണ്, എസ്പെഷ്യലി പെൺകുട്ടികൾക്കാവുമ്പോൾ. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് ഒരു പരിധി വരെ ഓഫീസ് ബേസ്ഡ് വർക്ക് ആണ്. അപ്പൊ അതുകൊണ്ടും ആ പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ഉള്ള ഒരു റീസൺ ആണ് അതും. ഓക്കെ അപ്പോ അങ്ങനെയുള്ള ഒരു അതെ, അങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് ഹർഷ എത്തിയത് അല്ലെ? അതെ. ഓക്കെ ഫൈൻ. സോ അപ്പോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വി ഹാവ് ലേൺ ക്വാണ്ടിറ്റി സർവേയിങ് ഇൻ എഞ്ചിനീയറിംഗ് കരിക്കുലം. ഇപ്പൊ നമ്മള് എഞ്ചിനീയറിംഗ് കരിക്കുലത്തിൽ ഇപ്പൊ ജീജ മാം ആണ് നമ്മള് കോളേജിൽ ക്വാണ്ടിറ്റി സർവേയിങ് പഠിപ്പിക്കുന്നത്. ഓക്കെ, വി ഹാവ് ലേൺ ക്വാണ്ടിറ്റി സർവേയിങ് ഇൻ എഞ്ചിനീയറിംഗ്. ഈസ് ദാറ്റ് ഇനഫ് ടു ബി എ QS ഇൻ GCC ഓർ എനി അതർ കൺട്രീസ്? ഓക്കെ, ഇന്ത്യയിലോ അതുപോലെ തന്നെ ബാക്കിയുള്ള കൺട്രീസിലോ? ഹർഷ കറന്റ് UK വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് കരിക്കുലത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ആളുകൾ പറയാം ഞങ്ങളിത് പഠിച്ചിട്ടുണ്ട്, ഇത് മതി. ഓക്കെ, എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ സജഷൻ? എന്റെ ആൻസർ യെസ് ആൻഡ് നോ ആണ്. കാരണം യെസ് ഇൻ ദ സെൻസ്, നിങ്ങളൊരു ഇന്റേൺ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല, നിങ്ങൾ ഒരു വലിയ ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മേലെ സീനിയർ QS ഉണ്ടാവും, അതിന് മേലെ അവരുടെ മാനേജേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കരിയർ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അതിന് പറ്റിയ ആളുകളും കൊളീഗ്സും ഉണ്ടെങ്കിൽ പഠിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പഠിക്കാം. അതായത് നമ്മളെ ചലഞ്ചസ് എല്ലാം നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അല്ല, നമുക്കൊരു ബാക്ക് സപ്പോർട്ട് വേണമെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഇപ്പോ താജ് നടത്തുന്ന പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു ഐഡിയൽ എൻവയോൺമെന്റ് ആയിരിക്കില്ല. ചില സ്ഥലത്ത് നമ്മൾ ഒരു ചെറിയ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡയറക്റ്റ് ഒരു QS ആയിട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ പ്രൊജക്ട്സ് നമ്മൾ ഡയറക്റ്റ് ഡീൽ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബിടെക്കിലെ നോളജ് മാത്രം വെച്ചിട്ട് നമുക്കൊരു റിയൽ ലൈഫ് പ്രൊജക്ടിനെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ബിടെക്കിൽ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ സെമിനാറുകളിലൊക്കെ അവർക്ക് കുറച്ച് ഡ്രോയിങ്സ് എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹൈ റൈസ് പ്രൊജക്ട്സിന്റെ ഡ്രോയിങ്. ഇപ്പൊ നമ്മൾ ബിടെക്കിൽ ഡീൽ ചെയ്യുന്ന ആ ഡ്രോയിങ്സിലുള്ള നോളേജ് മതിയോ ശരിക്കും? നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പോവാൻ പറ്റുമോ? ഇപ്പൊ താജ് ഒരു റിയൽ പ്രൊജക്ട് വെച്ചിട്ടല്ലേ പറയുന്നത്, റിയൽ പ്രൊജക്ട് വെച്ചിട്ട്. അപ്പൊ അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ബിൽ ഓഫ് ക്വാണ്ടിറ്റി കൂടെ അതിന്റെ കൂടെ മാച്ച് ചെയ്യാറില്ലേ? നമ്മളുടെ ഇപ്പോ ഗൾഫിലെ ഡ്രോയിങ്സ് ആണെങ്കിൽ ഒട്ടുമിക്കതും കൺസൾട്ടൻസ് ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അവര് ഡിസൈനിങ്ങിന്റെ കൂടെ തന്നെ ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി കൂടെ നിങ്ങൾക്ക് അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടല്ലേ താജ് ക്വാണ്ടിറ്റി സർവേയിങ് കാര്യങ്ങളൊക്കെ. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ആസ് എ ജോബ് നമ്മളുടെ അത്രേ ഒരു ടെൻഡറിങ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മള് സൈറ്റിലെ QS ആണ് ഡീല് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ അത് എക്സ്പീരിയൻസിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സൈറ്റിൽ പല അൺഫോർസീൻ ആയിട്ടുള്ള സർക്കംസ്റ്റൻസസും വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോ അത് കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ എല്ലാവർക്കും അത് ഫെമിലിയർ ആവും. ബേസിക്കലി നമ്മൾ ടെൻഡറിങ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഐ തിങ്ക് ആ ഒരു BOQ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഇപ്പോ ഹർഷയുടെ ജസ്റ്റ് ഇപ്പൊ ഹർഷ പറയുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന കുറെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബേസിലാണ് ഇപ്പൊ ഞാനും ഹർഷയും സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് ഇപ്പൊ ഈ BOQ ഇപ്പൊ ഹർഷ പറഞ്ഞതിൽ ടെൻഡറിലുള്ള ഒരു QS, സൈറ്റിലെ QS എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ആകെ കൺഫ്യൂസ്ഡ് ആണ് അല്ലെ? അപ്പോ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ബിടെക്കിൽ ഡിസ്കസ് ചെയ്യാത്ത കുറെ വിഷയങ്ങളാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോ ക്ലിയർ കട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിടെക്കിലെ നോളേജ് വെച്ചിട്ട്
ക്യാൻ വി വർക്ക് ആസ് എ QS? ഞങ്ങൾക്ക് QS ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. I would say yes, because ഉം. BTech ആണ് QSന്റെ ഉം. ബേസിക് ക്വാളിഫിക്കേഷൻ. ഉം. സോ ബിടെക് നന്നായി പഠിച്ച ഒരു കുട്ടിക്ക് QS ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ഒരു സൈഡ് ഒരു ചെറിയ സപ്പോർട്ട്, ഇപ്പോ താജിന്റെ പോലത്തെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, അല്ലെങ്കിൽ അവര് ജോയിൻ ചെയ്തത് ഒരു ജൂനിയർ പൊസിഷൻ ആണ്, അവർക്ക് ഒരു ട്രെയിനിങ് അവിടെ അഷ്വർഡ് ആണെങ്കിൽ ദേ ക്യാൻ ഡു. ദാറ്റ് ഈസ് എ പ്രോബ്ലം. കാരണം ഇപ്പൊ പല കമ്പനീസും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഈവൻ മൈസെൽഫ്, ഞാനും ഒരു കൺസ്ട്രക്ഷൻ കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാനും നോക്കുക എന്താണ്, എന്റെ ഒരു ലോഡ് കുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ, ഞാൻ ഫ്രഷർ QS ആയിട്ട് വന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്നില്ല, അല്ലെ? ശരിയല്ലേ ഹർഷ? ഓക്കെ ഫൈൻ. ഓക്കെ ഹർഷ, ഫൈൻ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതെ, ഞാനൊരു ക്വസ്റ്റ്യൻ താജിനോട് തിരിച്ചു ചോദിക്കട്ടെ. ഇപ്പൊ താജിന്റെ ലോഡ് താജിന് ഒരാളിലേക്ക് കൂടെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ താജ് ഒരു ഓപ്പൺ ഒരു ബ്ലാങ്ക് ബുക്ക് ആയിരിക്കില്ലേ? ഇപ്പൊ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആളെ ആയിരിക്കുമോ, അതോ കുറച്ചുകൂടെ നമ്മൾക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആയിരിക്കുമോ ചൂസ് ചെയ്യുക? നമുക്ക് കുറച്ചൊരു എന്താ പറയാ, നമ്മുടെ പാർട്ട്ണർ അല്ല, നമ്മൾക്ക് ഒരു അസിസ്റ്റ് ചെയ്യാനുള്ള ഒരാളെയാണ് ആവശ്യമെങ്കിൽ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാവണം ബേസിക്കലി. ഇപ്പോൾ ഞാൻ ടെക്നിക്കൽ ടേംസ് പറയുന്ന സമയത്ത് എനിക്കൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ BOQ ആണ്, ഇതിന്റെ ക്വാണ്ടിറ്റി എടുക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ഷുഡ് നോ വാട്ട് ഐ സേ. ഞാൻ എന്താ പറയുന്നത്? ഇല്ല സാർ, എനിക്ക് BOQ എന്താ അറിയില്ല സാർ, എനിക്ക് ഡ്രോയിങ്ങിൽ സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കാൻ അറിയില്ല സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും സ്വാഭാവികമായിട്ടും, അല്ലെ? But you should always give them an opportunity, right? Yes. Like in the sense, you should give something for them to, study Okay. or Okay. to review. You should give your previous project to them. Like നിങ്ങൾ ചെയ്ത ഒരു വർക്കിന്റെ ഡ്രോയിങ് ആൻഡ് BOQ, ഒരു പ്രിപ്പയർഡ് BOQ, ഇത് റെഫർ ചെയ്യാൻ ഒരു ടൈം കൊടുക്കും, ഒരു 1 week ടൈം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു എക്സ്പീരിയൻസ്ഡ് ആളെക്കാളും അതിനോട് കുറച്ചുകൂടെ എൻത്യൂസിയാസ്റ്റിക് അപ്രോച്ച് കാണിക്കും ബിഗിനേഴ്സ് ആയിരിക്കും. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് രണ്ടുമുണ്ട്. ഇപ്പൊ ഈ താജ് പറഞ്ഞ പോലെ ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മളുടെ ലോഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയവരെ ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം തന്നെ പുതിയ ഫ്രഷേഴ്സിനെ ചൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് UAE-യിലും ഉണ്ട്, UK-യിലും ഉണ്ട്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ പറഞ്ഞ ഒരു കാര്യമാണ്, അവരെ കുറെ കൂടെ നമുക്ക് മോൾഡ് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്ക് ഒരു കുറച്ചുകൂടെ ഡിമാൻഡിങ് ആയിരിക്കും, അവരുടെ ഒരു പാറ്റേൺ അവര് ഫോളോ ചെയ്യും. നേരെ മറിച്ച് പുതിയ ഒരാളാണെങ്കിൽ നമുക്ക് ഒരു വർക്കിന്റെ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് പൊക്കോളും. രണ്ടാമത്തെ കാര്യം പേയ്മെന്റ്. അപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആൾക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുക്കേണ്ട സ്ഥലത്ത് പല കമ്പനികളും അതിനുള്ള ഒരു ആ ഒരു കോംപ്രമൈസ് ചെയ്യണം. അതായത് സാലറിയിൽ അവർ കോംപ്രമൈസ് ചെയ്യും. ഫ്രഷർ ആണെന്ന് പറയുമ്പോൾ അവർ സാലറിയിൽ കോംപ്രമൈസ് ചെയ്യും. ഡെഫിനറ്റ്ലി. ശരി. പിന്നെ ഒരു ഇന്റേണിനെ നമുക്ക് ഒരുപാട് പണിയെടുപ്പിക്കാം, കുറച്ച് പേയ്മെന്റ് കൊടുത്താൽ മതി. പക്ഷെ അറ്റ് ദ സെയിം ടൈം വി ഷുഡ് തിങ്ക് ഫ്രം എ പെർസ്പെക്ടീവ് ദാറ്റ് വി ആർ സ്റ്റഡിങ്. നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോ പുതിയ കുട്ടികൾ അത് ചിന്തിക്കണം. മോർ ദാൻ മണി, വി ഷുഡ് വാല്യൂ ദ എക്സ്പീരിയൻസ് ദാറ്റ് വി ആർ റിസീവിംഗ്. Okay, great, Harsha. Okay, fine. So we will move to the next question. Question number 3. What are the skills required to be a quantity surveyor? ഇപ്പൊ quantity surveyor ആവാൻ നമുക്ക് എന്തെല്ലാം സ്കിൽസ് ആണ് ഒരു ബേസിക് ലെവൽ, ഒരു ബിഗിനർ QS എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ, ഇപ്പൊ ജസ്റ്റ് നമ്മൾ കേൾക്കുന്ന സ്റ്റുഡൻസിന് അറിയാം, ഇപ്പോ ഞാൻ പഠിക്കുന്ന സ്കിൽസ് മതിയോ, അതോ ഇനി സ്കിൽസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഹർഷ, ഹലോ. കേൾക്കുന്നുണ്ടോ? ഹർഷയുടെ സോറി, എനിക്ക് വീഡിയോ സ്റ്റക്ക് ആയതുപോലെ തോന്നുന്നു. സോ എന്തൊക്കെ സ്കിൽസ് ആണ് ഒരു QSന് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് പറയാമോ ഹർഷ? ജനറൽ ടേംസും
ഒരു ബിൽഡിങ്ങിന്റെ മെറ്റീരിയൽ ആണെങ്കിലും ബിൽഡിങ്ങിന്റെ പാർട്സ് ആണെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ ഐഡിയ വേണം. അപ്പൊ അത് നമുക്ക് ബിടെക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ടേംസ് ഫെമിലിയർ ആയിരിക്കുമല്ലോ നമ്മൾ എന്തായാലും ബിടെക് കഴിയുമ്പോൾ. പിന്നെ അതേപോലെ മാത്തമാറ്റിക്കൽ സ്കിൽസ് അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളെ കംപ്ലീറ്റ്ലി കാൽക്കുലേഷൻസ് ആയിരിക്കുമല്ലോ QS എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങള്. പിന്നെ കാൽക്കുലേഷൻസ് പറയുമ്പോ നമുക്ക് ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ വേണമെന്നുണ്ടോ? അങ്ങനെയാണോ? ഇല്ല, അല്ല അതൊന്നും വേണ്ട. ബേസിക് മാത്സ്, ബേസിക് മാത്സ് കൂട്ടാനും കുറക്കാനൊക്കെ അറിഞ്ഞാൽ മതി. മൾട്ടിപ്ലൈ ചെയ്യാനും. ഓക്കെ. അല്ല നമ്മള് ചിലപ്പോഴേ പിന്നെ മാത്സ് എന്നൊക്കെ പറയുമ്പോ കേൾക്കുന്നവർ ഇന്ത്യക്ക് എന്ത് മാത്സ് ആണ് ഞാൻ പറയുന്നത്. ഇല്ല, ബിടെക്കിലെ മാത്സുമായിട്ട് ഞാൻ പറയുന്ന മാത്സിന് ഒരു ബന്ധവും ഇല്ല. ബന്ധമല്ല. ഓക്കെ ഓക്കെ അതിനെ പറ്റി ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ. പിന്നെ വരുന്നത് നമ്മള് ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നത് എങ്ങനെയാ എടുക്കുന്നത് ചിന്തിക്കണം. മീറ്റർ ക്യൂബ് ആയിട്ടാണോ, ലീനിയർ മീറ്റേഴ്സ് ആയിട്ടാണോ, സ്ക്വയർ മീറ്റേഴ്സ് ആയിട്ടാണോ, അതെല്ലാം ബിടെക്കിൽ പഠിപ്പിക്കുന്നുണ്ട്. ജിജാമിസ് ഒക്കെ അത് നന്നായി പഠിപ്പിച്ചിരുന്നു. അതിനെ പറ്റിയിട്ട് ഒരു ബോധം വേണം. ക്ലാസ്സിൽ ഇരിക്കുന്നവർക്കും ഒരു ബോധം വേണം. അതെ, എക്സാക്ട്ലി. യെസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ഫ്രഷർ ആയി പോയി ഇരിക്കുമ്പോ ചിലപ്പോ ആരെങ്കിലും ഒന്ന് ട്രിക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും, വിൻഡോ ഫ്രെയിം എങ്ങനെയാ, ഏത് യൂണിറ്റിലാ എടുക്കുക എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അവിടെ ജിജാമിസിനെ ഓർക്കണം. അങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എക്സൽ സ്കിൽസ്, അത് ബേസിക് എക്സൽ സ്കിൽസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എക്സലിൽ നമുക്ക് അത്യാവശ്യം സ്പീഡ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ, അതിനിപ്പോ ബേസിക് ആയിട്ടുള്ളത് ഓട്ടോകാഡ് ആണ്. ഓട്ടോകാഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതുപോലെയുള്ള പല സോഫ്റ്റ്വെയർസും വളരെ എളുപ്പമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ബേസിക് ഓട്ടോകാഡ് ആണ്. അപ്പോ അതെ, അപ്പൊ നമുക്ക് ഈ PDF-ന്ന് ക്വാണ്ടിറ്റി എടുക്കാനുള്ള പല സോഫ്റ്റ്വെയർസും ഉണ്ടല്ലോ. അതൊക്കെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് ശരിക്കും എല്ലാ സോഫ്റ്റ്വെയർസും. അതെ, പ്ലാൻ സ്വിഫ്റ്റ് ഗൾഫിലൊക്കെ ആണെങ്കിൽ പ്ലാൻ സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്റെ കമ്പനിയിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലൂ ബീം എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. അത് ഇറ്റ്സ് സിമിലർ ടു പ്ലാൻ സ്വിഫ്റ്റ്. അത് ബിമ്മുമായിട്ട് ഒരു ബന്ധമില്ല, പുതിയ കുട്ടികളാണെങ്കിൽ. അതെ, അപ്പൊ അത് ഒരു ഈസി സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെയുള്ള ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇപ്പൊ ഡ്രോയിങ്സ് റീഡ് ചെയ്യാനുള്ള ഒരു സ്കില്ലിനെ കുറിച്ച് എന്താണ് ഹർഷ പറയുന്നത്? ഡ്രോയിങ്സ് റീഡ് ചെയ്യാനുള്ള സ്കില്ല് അത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഒരു ജനറൽ മെയിൻ കോൺട്രാക്ടിങ് ആണെങ്കിൽ ജനറൽ മെഷർമെന്റ്സ് അത് ഇപ്പൊ നമ്മുടെ ബിടെക്കിലുള്ള പല ഇതുമായിട്ട് വരും. മെയിൻ കോൺട്രാക്ടർ QS ആണോ സബ് കോൺട്രാക്ടർ QS ആണോ? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് സബ് കോൺട്രാക്ടർ QS ആയിട്ടാണ്. സബ് കോൺട്രാക്ടർ QS ആയിട്ടാണ്. ഓക്കെ ഫൈൻ. അപ്പോ ഞാൻ മെയിൻ കോൺട്രാക്ടിങ് കമ്പനിയിലായിരുന്നു UAE വർക്ക് ചെയ്തിരുന്നത്. അപ്പോ അതെല്ലാം എളുപ്പമായിരുന്നു. കാരണം നമുക്ക് ഈ ബാക്കിയെല്ലാം സബ് കോൺട്രാക്ടേഴ്സിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും, ജോയിനറി കോൺട്രാക്ടേഴ്സിനാണേലും ഒക്കെ. പക്ഷേ ഫ്ലോറിംഗ് വേറെ. അതേസമയം സബ് കോൺട്രാക്ടറിന്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഡ്രോയിങ് റീഡ് ചെയ്യാനുള്ള സ്കില്ല് വേണ്ടി വരും. ഈ ബോൾട്ട്സും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ജോയിന്റ്സും ഒക്കെ ഉള്ള. അപ്പോ അതിന് കുറച്ചുകൂടെ അത് ഡിപ്പെൻസ്. ഓക്കെ. നമ്മൾ കേൾക്കുന്നവർ ചിന്തിക്കുന്ന ഇപ്പൊ ഞങ്ങൾ QS എന്ന് പറഞ്ഞൊരു സാധനത്തെ കുറിച്ച് മാത്രമേ കേട്ടുള്ളൂ, ക്വാണ്ടിറ്റി സർവേ. പക്ഷെ ഇപ്പൊ മാമും സാറും പറയുന്നത് സബ് കോൺട്രാക്ടർ QS, മെയിൻ കോൺട്രാക്ടർ QS, അങ്ങനെ 2-3-4 സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ. ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ സ്റ്റാർട്ടിങ് സബ് കോൺട്രാക്ടർ സൈഡ് ആയിരുന്നു, പിന്നെ മെയിൻ കോൺട്രാക്ടറിലേക്ക് മൂവ് ചെയ്തു. മെയിൻ കോൺട്രാക്ടറിൽ ടെൻഡറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, പ്രീ കോൺട്രാക്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തു, പോസ്റ്റ് കോൺട്രാക്ടിലേക്ക് മൂവ് ചെയ്തു. സോ ഇതെല്ലാം ഡിഫറെന്റ് സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? ഡിഫറെന്റ് ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർ ചെയ്യുന്നത്, അല്ലെ ഹർഷ? ഓക്കെ ഫൈൻ.
ഓക്കെ. ഞാനൊരു പക്ഷെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്നെക്കാളും നന്നായി പറയാൻ അറിയാത്ത താജിനാണ്. കാരണം എനിക്ക് ആ എക്സ്പീരിയൻസും ക്വാളിറ്റിയും ഇല്ല. ഇല്ല ഓക്കെ. അതാ ഞാൻ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അതിലേക്കാണ് ഞാൻ മാറ്റിയത്. സോ Exactly. ദേ ഹാവ് ടു നോ, അതായത് ദേ ഹാവ് ടു നോ ദാറ്റ് ഇൻഡസ്ട്രി ഡിഫറെന്റ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതെ. ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ദേ തിങ്ക് ദാറ്റ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റ് ആണ് അവർ ചിന്തിക്കുക. ദേ വിൽ നോട്ട് തിങ്ക് ദാറ്റ് നമുക്കൊരു സബ് കോൺട്രാക്ടേഴ്സ് ക്ലയന്റ് ഉണ്ട്, ലൈക്ക് PMC ഉണ്ട്, അല്ലെങ്കിൽ ഡിസൈൻ കൺസൾട്ടന്റ് ഉണ്ട്, മെയിൻ കോൺട്രാക്ടർ ഉണ്ട്, സബ് കോൺട്രാക്ടർ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കില്ല. ഓരോ സൈഡിലും ഡിഫറെന്റ് എല്ലാറ്റിലും ക്യൂസ് ഉണ്ട്, എല്ലാറ്റിലും ഡിഫറെന്റ് ജോബ്സ് ആണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല, നമ്മളെ ബിടെക്കിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് ദ റിയാലിറ്റി പക്ഷേ അല്ലെ? ഓൾസോ അറ്റ് ദ സെയിം ടൈം ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നിലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ Exactly, ഇത്രയും ഒന്നും ഭയങ്കര ഒരു എന്താ പറയാ, ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് കേൾക്കുന്ന അത്ര ഡിഫിക്കൽട്ട് ഒന്നും ആയിരിക്കില്ല അല്ല വർക്ക് അതെ ചെയ്യുന്ന അതെ. സമയത്ത്. ജസ്റ്റ് ഏതെങ്കിലും അവർക്ക് ഒരു സെക്ടറിൽ ഒരു സെക്ടറിലെ വർക്ക് കോൺസെൻട്രേറ്റ്. ചെയ്യാൻ കഴിയുള്ളൂ, ഒരു യെസ്. സെക്ടറിലെ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മേ ബി ദേ വിൽ മൂവ്. അവർ ചിലപ്പോൾ ഒരു യെസ്. സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് സ്കിൽസ് അക്വയർ ചെയ്യുന്നതനുസരിച്ച് അവർ മൂവ് ചെയ്യും. ഇപ്പൊ ഞാൻ അതെ. പറഞ്ഞല്ലോ, ഞാൻ സബ് കോൺട്രാക്ടറിൽ വർക്ക് ചെയ്തു, അവിടുന്ന് പിന്നീട് മൂവ് ടു മെയിൻ കോൺട്രാക്ടർ. പിന്നെ മെയിൻ കോൺട്രാക്ടർ പിന്നെ മൂവ് ചെയ്യാൻ നിന്നില്ല. ചിലപ്പോൾ മെയിൻ കോൺട്രാക്ടർ സൈഡിൽ തന്നെ നല്ല സാലറി പാക്കേജ് കിട്ടും, പിന്നെ ആരും മൂവ് ചെയ്യില്ല. ഓക്കെ, ദേ വിൽ കണ്ടിന്യൂ അതെ ദർ. അതെ. നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഉം. ഓക്കെ ഫൈൻ. സോ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ് ക്വാണ്ടിറ്റി സർവേയിങ് എ ചാലഞ്ചിങ് പ്രൊഫഷൻ? ഭയങ്കര പാടാണ്. താജിന്റെ അഭിപ്രായം എന്താണ്? അയ്യോ. അത് നമ്മളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തിയറിറ്റിക്കൽ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് കോസ്റ്റ് വേഴ്സസ് ആക്ച്വൽ പ്രോജക്ട് കോസ്റ്റ്. അതാണ് ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച്. അതിലും സിമ്പിൾ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന്. അതിലപ്പുറത്തേക്കുള്ള ഒരു ചലഞ്ച് ഇല്ല. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസിലൂടെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. നമ്മൾ പെട്ടെന്ന് കയറിപ്പോയി നമുക്ക് ഇതിനോട് അത്രയും ക്ലോസ് ബൈ ആയിട്ട് ക്വാണ്ടിറ്റി സർവേയിങ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് കുറച്ച് ടൈം എടുക്കും. അതായിരിക്കും ഏറ്റവും വലിയ ചലഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ വർക്ക് പ്രഷർ, അത് നമ്മൾ ഇപ്പൊ താജ് പറഞ്ഞ പോലെ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുണ്ടാവും ആ വർക്ക് പ്രഷറിന്റെ കാര്യങ്ങള്. ഇപ്പൊ മെയിൻ കോൺട്രാക്ടറിൽ നല്ല പാക്കേജ് കിട്ടുമെന്ന് താജ് പറഞ്ഞു, പക്ഷെ എത്രമാത്രം പ്രഷർ ഉണ്ടാവും താജിന് അറിയാമല്ലോ അല്ലെ? പ്രഷർ ഉണ്ട്. അതായത് പ്രഷറും റിസ്കും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫീൽഡ് ജോലി ഒരു ഉണ്ടാവില്ല. ജോലിയില്ല. അതെ. പിന്നെ ഈ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് തീർക്കാനുള്ള പ്രഷർ ആണെങ്കിൽ കുറച്ചുകൂടെ അത് എളുപ്പമായിരിക്കും. അതാണ് സബ് കോൺട്രാക്ടേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ്. അതേസമയം മെയിൻ കോൺട്രാക്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി സബ് കോൺട്രാക്ടേഴ്സ് എല്ലാവരും നമ്മുടെ വഴിക്ക് വരണം എന്നുള്ള ഒരു പ്രഷർ കൂടെ നമ്മൾ നമ്മുടെ ജോലിയുടെ കൂടെ എടുക്കേണ്ടി വരും. അപ്പൊ അത് തന്നെ അനുസരിച്ച് സാലറി കൂടും. ഹർഷ, ഇത് കേൾക്കുന്ന കുട്ടികള് ഞാൻ പറഞ്ഞല്ലോ, ദേ ആർ ഫ്രഷർ ബിടെക്സ്, അല്ലെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷെ അവർക്ക് നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് ദേ ആർ കൺഫ്യൂസ്ഡ്. കുറെ സാധനങ്ങൾ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. അതായത് ജസ്റ്റ് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ ഞങ്ങൾ പഠിക്കാൻ വരികയാണ്, ഞങ്ങളൊരു കോഴ്സ് ചെയ്തിട്ട് വരികയാണ്, അല്ലെങ്കിൽ വി ആർ കമ്മിങ് ഡയറക്ട്ലി ടു ക്വാണ്ടിറ്റി സർവേയിങ്. പണി എളുപ്പല്ലേ? വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? പണി എളുപ്പമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ചാലഞ്ചസ് ഹർഷക്ക് ഫേസ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ആലോചിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ്? വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ക്വാണ്ടിറ്റി സർവേയിങ് മാത്രമല്ല ചെയ്തത്. ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ മൾട്ടി ടാസ്കിങ് വലിയൊരു ഇതാണ്. അവിടെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ, ഞാൻ വർക്ക് ചെയ്ത പ്രൊജക്ട്സിൽ ജസ്റ്റ് ക്വാണ്ടിറ്റി സർവേയിങ് മാത്രമല്ലായിരുന്നു. അത് മറ്റേ നമ്മളെ ഈ സൈറ്റ് പോസ്റ്റ് കോൺട്രാക്ട് QS ആയിരുന്നു. അപ്പോ അതിന്റെ QS വർക്ക്സ്, അതിന്റെ കൂടെ പ്രോജക്ട് കോർഡിനേഷൻ, പ്രോജക്ട് മാനേജ്മെന്റ് എല്ലാം ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഗൾഫിലെ ജോലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അത് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നി. പക്ഷെ QS മാത്രം നോക്കുന്ന സമയത്ത് ഇറ്റ്സ് സിമ്പിൾ.
ഈസിയാണ്. ഇപ്പോ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹർഷദില് വർക്ക് ചെയ്തതാണ്. അപ്പോ ലേഡീസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇതില്? കുഴപ്പമില്ലല്ലോ. ലേഡീസിന് ഒരു പക്ഷേ സൈറ്റ് എഞ്ചിനീയറിംഗിനേക്കാളും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ് ക്വാണ്ടിറ്റി സർവേയിങ്. ക്വാണ്ടിറ്റി സർവേ അതല്ലേ? അതെ, കാരണം നമുക്കൊരു ഓഫീസ് ജോബ് ഇപ്പം ടീച്ചിങ് ആണ്. എൻ്റെ അടുത്ത് എൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ എല്ലാവരും പറയും ഗേൾസിന് കൂടുതൽ നല്ല ജോലി ടീച്ചിങ് ആണ്. ആ ഒരു ടൈമിന്റെ കാര്യങ്ങൾ വരുമ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയില്ല, പക്ഷെ ഫാമിലി ആവുമ്പോ അവർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ QS പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു ജോലി ആയിരിക്കും എന്റെ സജഷനിൽ. അതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്, ഫൈൻ. പോസ്റ്റ് കോൺട്രാക്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രീ കോൺട്രാക്ട്. പോസ്റ്റ് കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് എന്റെ കൊളീഗ്സ് ആയിട്ട് ഒരുപാട് ഒരു ഫസീല മാം ഉണ്ടായിരുന്നു. അവരും എന്താണ് പോസ്റ്റ് കോൺട്രാക്റ്റിൽ സബ് കോൺട്രാക്ട് മാനേജ്മെന്റും എന്താ പറയാ പേയ്മെന്റ്സും ക്ലയന്റ് പേയ്മെന്റ്സും എല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ. അപ്പൊ എന്റെ അറിവിൽ ഒരുപാട് ലേഡീസ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഹർഷ, പിന്നെ നമ്മുടെ ഷുഫൈനൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ. പിന്നെ ഞാനൊരു കോളേജിൽ സെമിനാർ എടുത്ത സമയത്ത് അവിടെ നിന്ന് ഒരു കുട്ടീനോട് ചോദിക്കുകയുണ്ടായി, നമ്മുടെ കോളേജിൽ നിന്ന് അഡ്മിഷൻസ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് എല്ലാം പോകുന്നത് ബോയ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ വരും ചെയ്തു, പക്ഷെ ഇപ്പൊ ഏതിലേക്ക് തിരിയണം ഞങ്ങൾക്ക് അറിയുന്നില്ല. അവർ കാണുന്നത് സൈറ്റ് എന്നുള്ള ഒരു ഇതിലാണ് കാണുന്നത്. ഓക്കെ. ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് അവർക്ക് അവെയർ അല്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു ഓഫീസ് ബേസ്ഡ് ആയിട്ട് QS ഒരുപാട് ജോബ്സ് ഉണ്ട്. അതിനെപ്പറ്റി അതെ, സൈറ്റിനേലേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഓഫീസ് ബേസ്ഡ് QSന്. അപ്പൊ അത് അത്ര വറി ചെയ്യേണ്ട ഒരു ഫാക്ടർ അല്ല. ഓക്കെ. സോ നമുക്കിപ്പോ ഒരു ഫൈൻ. സോ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. Could you describe your initial entry into quantity surveying and the range of quantity surveying jobs you have been involved with? അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ QS ആയിട്ട് കയറിയ, കാരണം ഇത് ഞങ്ങളൊരു കമ്പാരിസൺ നടത്തുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ എന്റെ പിന്നിൽ കുറച്ച് ആളുകളുണ്ട് പറഞ്ഞല്ലോ, ഒരു 28 നമ്മളിപ്പോ 2 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ 26 പേരിന്റെ പിന്നിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ ഒരു ഇനീഷ്യൽ എൻട്രി, കാരണം ഞങ്ങളുടെ സിലബസുമായിട്ട് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യണം. ഈ ഒരു ഇനീഷ്യൽ എൻട്രി, ക്വാണ്ടിറ്റി സർവേയിങ്ങിലേക്കുള്ള ഇനീഷ്യൽ എൻട്രിയും QSന്റെ ജോബ്സ് നിങ്ങൾ ഇൻവോൾവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? അത് ഇനീഷ്യൽ എൻട്രി, എന്റെ ഇനീഷ്യൽ എൻട്രി അല്ലേ ചോദിക്കുന്നത്? എന്റെ ഇനീഷ്യൽ എൻട്രി ഞാൻ ഒരു ഇന്റേൺഷിപ്പ് പോലെ ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിയിലാണ് ജോയിൻ ചെയ്തത്, കോഴിക്കോട് തന്നെയുള്ള. അവിടെ എന്റെ പൊസിഷൻ ജൂനിയർ റെസിഡന്റ് എഞ്ചിനീയർ എന്നായിരുന്നു എന്റെ പൊസിഷൻ. പക്ഷെ ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഞാൻ അവിടുന്നാണ് ഓട്ടോകാഡ് പഠിച്ചത്. പിന്നെ QSും എനിക്ക് പ്രോജക്ട്സ്, പ്രീവിയസ് പ്രോജക്ട്സ് ആണെങ്കിലും ഒക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അങ്ങനെയാണ് QSലേക്ക് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് ബിടെക് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട്. എനിക്ക് മനസ്സിലായി, ഹർഷയുടെ ഒരു എക്സ്പീരിയൻസിലാണ് ഹർഷ പറഞ്ഞത് എന്ത് അവർക്ക് അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ അവർ നമുക്കൊരു ട്രെയിനിങ് തന്നു എന്നുള്ളത്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ട്രെയിനിങ്ങും അവർ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻട്രി ചെയ്തത് ടെൻഡറിലാണ്. ടെൻഡറിൽ എൻട്രി ചെയ്ത സമയത്ത് അവരെന്നോട് ചോദിച്ചത് ടെൻഡറിങ് പ്രോസസ്സ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ടെൻഡർ വന്നാൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യുക, അതിന്റെ ഓർഡർ ഒന്ന് പറയുമോ. എന്നിട്ട് അതിനുശേഷം എനിക്കൊരു ഡ്രോയിങ് തന്നിട്ട് അതിന് കോർവാളിന്റെ ഡ്രോയിങ് തന്നിട്ട് ക്വാണ്ടിറ്റി എടുത്തോളം പറഞ്ഞു. അന്ന് എനിക്ക് അറിയില്ല കോർവാൾ എന്താന്നുള്ളതിനെ കുറിച്ച് അറിയില്ല, എങ്ങനെ ഇതിന്റെ ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളത് അറിയില്ല. അത് വെച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് BOQ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തത് മിഡിൽ ഈസ്റ്റിലാണോ? മിഡിൽ ഈസ്റ്റിലാണ്. അതെ, എനിക്ക് ഉള്ള ഒരു കോമൺ കാര്യമാണ് അത്. കാരണം മിഡിൽ ഈസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊജക്ട്സ് ഹൈ സ്പീഡ് പ്രൊജക്ട്സ് ആയിരിക്കും. അപ്പൊ അവിടെ ആർക്കും നമ്മളെ ട്രെയിൻ ചെയ്യാൻ, ഒരു മീഡിയം കമ്പനി എടുക്കുകയാണെങ്കിൽ അവിടെ ആർക്കും നമ്മളെ ട്രെയിൻ ചെയ്യാൻ ടൈമില്ല. അവിടെ ഫാസ്റ്റ് മൂവിങ് ആണ് കാര്യങ്ങള്. നമ്മൾ 3 months കൊണ്ട് പ്രോജക്ട് കംപ്ലീഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ അത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിപ്പെൻസ്, യെസ് ആൻഡ് നോ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മള് ഡയറക്റ്റ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തിപ്പെടുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതേസമയം നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇന്റേൺ ഒക്കെ ആയി പേയ്മെന്റ് ഇല്ലാതെയൊക്കെ ഒന്ന് പഠിക്കാൻ ഉള്ള ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാം. അപ്പോ
അങ്ങനെയാണ്. അപ്പൊ പിന്നെ റേഞ്ച് ഓഫ് QS ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ആയിരുന്നു. അപ്പൊ അവിടെ ചെയ്യുന്ന ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഒക്കെ ബഡ്ജറ്റ് BOQs ആയിരുന്നു. കാരണം നമ്മൾ ഡിസൈനേഴ്സ് ആണ്. അപ്പോ നമുക്ക് ക്ലയന്റിന് ഒരു ബഡ്ജറ്റ് കൊടുക്കുക എന്നുള്ള പേർപ്പസിനാണ് അവിടെ QS ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് അത്ര റിസ്ക് ഫാക്ടർ ഇല്ല. നമ്മളിപ്പോ ക്ലയന്റിന്റെ അടുത്ത് ഒരു 50 lakhs ആണ് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും QS ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് കറക്റ്റ് ഒരു കാൽക്കുലേറ്റഡ് ടൈം കൊടുക്കുക. അപ്പൊ അതിന്റെ റിസ്ക് കുറവാണ്. അതേസമയം പിന്നെ ഗൾഫിൽ വർക്ക് ചെയ്തപ്പം പോസ്റ്റ് കോൺട്രാക്റ്റിലായിരുന്നു മോസ്റ്റ്ലി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൈറ്റിലായിരുന്നു. പോസ്റ്റ് കോൺട്രാക്ട് പറയുമ്പോൾ സൈറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോ നമുക്ക് മെഷർമെന്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. മെയിൻ ആയിട്ട് നമുക്ക് പേയ്മെന്റിന് വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റി സർവിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് സൈറ്റിൽ കംപ്ലീറ്റ് ആയി എന്ന് കാണിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ മേലുള്ള കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടൻസിന്റെ അടുത്ത് നിന്ന് ബില്ല് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവിടെ ചെയ്തിരുന്നത് അങ്ങനത്തെ QS ആണ്. കംപ്ലീറ്റ്ലി QS അല്ല, ക്ലയന്റ് പേയ്മെന്റ് പർപ്പസ് അല്ലെ? ക്ലയന്റ് പേയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ അതില് എങ്ങനത്തെ ടൈപ്പ് പ്രൊജക്ട്സ് ആയിരുന്നു ഹർഷ ഡീൽ ചെയ്ത്? ലൈക്ക് വില്ല പ്രൊജക്ട്സ് ആയിരുന്നു, ഹൈ റൈസ് പ്രൊജക്ട്സ് ആയിരുന്നു? ഇല്ല, ഗൾഫിൽ എന്ന് പറയുമ്പോൾ തന്നെ കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ് ആയിരിക്കുമല്ലോ കൂടുതൽ ഉണ്ടാവുക. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ഒരു 5-star ഹോട്ടലിന്റെ റെസ്റ്റോറേഷൻ വർക്കിലായിരുന്നു. അതിന്റെ QS അത് കുറെ കൂടെ എളുപ്പമായിരുന്നു. കാരണം അത് ഒരു ഡാമേജും കാര്യങ്ങളും ആയിരുന്നു. ഒരു കംപ്ലീറ്റ് ജോബിന്റെ അത്ര പ്രഷർ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്തത് ഒരു കൊമേഴ്ഷ്യൽ ഒരു എന്താ പറയാ വെയർ ഹൗസ് പ്ലസ് ഒരു ഓഫീസ് ബിൽഡിങ്ങിന്റെ ഒരു പ്രോജക്റ്റിലാണ്. പിന്നെ വർക്ക് ചെയ്തത് അവിടെ ഒരു പേൾ വിസ്റ്റം സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഭവൻസിന്റെ ബ്രാഞ്ച് ആണെന്ന് തോന്നുന്നു ഗൾഫില്. അതിന്റെ വർക്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് സബ് കോൺട്രാക്ടർ സബ് കോൺട്രാക്ടേഴ്സ് ആയിട്ടാണ്. നമ്മളെ മെയിൻ ആയിട്ട് ഇന്റീരിയർ ഡെക്കറേഷൻസ് ആണ് ചെയ്യുന്നത്. ഇത് പ്രീ ടെൻഡർ ആണ്. ക്ലയന്റ് പേയ്മെന്റിൽ നിങ്ങൾ പോസ്റ്റ് കോൺട്രാക്ടിൽ സൈറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് ക്ലയന്റ് പേയ്മെന്റ്സ് പിന്നെ സബ് കോൺട്രാക്ടർ പേയ്മെന്റ് ഡീലിംഗ്സ് ഉണ്ടായിരുന്നോ? അതിലുണ്ടായിരുന്നു സബ് കോൺട്രാക്ട് പേയ്മെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് ഒരു സപ്പോർട്ട്, അതായത് നമ്മൾ ഈ സൈറ്റിലെ ക്വാണ്ടിറ്റി മെഷർമെന്റ് വേഴ്സസ് നമ്മൾ ആ ഒരു ബില്ല് എത്ര വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പേയ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം അക്കൗണ്ട്സ് സൈഡായിരുന്നു ഡീൽ ചെയ്തിരുന്നത്. നമ്മൾ ഈ കാൽക്കുലേറ്റഡ് വാല്യൂസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സബ് കോൺട്രാക്ടേഴ്സിന്റെ വാല്യൂസ് നമ്മൾ അപ്രൂവ് ചെയ്യുക, നമ്മളത് മെയിൻ കോൺട്രാക്ടർ അല്ലെങ്കിൽ കൺസൾട്ടന്റ് അപ്രൂവ് ചെയ്യുക. അതായിരുന്നു ആ ഒരു സ്റ്റെപ്പ് വരുന്നത്. പക്ഷെ ഈ പറയുന്നത് ഞങ്ങൾ വീട്ടിൽ പഠിക്കുന്നില്ല, ഞങ്ങളെന്നല്ല നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? ഇത് പക്ഷെ നമ്മളുടെ ബേസിക് സ്കില്ല് ഇതിന് ആവശ്യം QS ആണ്. ബാക്കിയെല്ലാം നമ്മള് എന്താ പറയാ ഏത് എൻവയോൺമെന്റില് പ്ലേസ് ചെയ്യണം എന്നുള്ളത് അതില് നമുക്ക് അറിയേണ്ടതുള്ളൂ. ഓക്കെ 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 ഫൈൻ. സോ ഹർഷ നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്ത QSനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഗൾഫിൽ വന്ന സമയത്ത് ഹർഷ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പോസ്റ്റ് കോൺട്രാക്റ്റിലായിരുന്നു, സൈറ്റിലെ QS ആയിട്ട് വർക്ക് ചെയ്തത്. അതിൽ ക്ലയന്റ് പേയ്മെന്റ്സിന്റെ കാര്യങ്ങൾ ചെയ്തിരുന്നു, സബ് കോൺട്രാക്ട് പേയ്മെന്റ്സ് ചെയ്തിരുന്നു. പിന്നീട് സബ് കോൺട്രാക്ട് സൈറ്റിലേക്ക് മാറി UK വന്നപ്പോൾ അല്ലെ? Okay, fine. Okay, great. So we will move to the next question. Okay. Question number 6. What strategies can be employed to advance professionally in quantity surveying? അതായത് ഇപ്പോ നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ്, അപ്പോൾ ഒരു ഇനീഷ്യൽ QSലേക്ക് വരുന്ന ഒരാള്, QSലേക്ക് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്, അവർക്ക് ഈ പ്രൊഫഷനിൽ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോവാൻ, ഇപ്പൊ ഒരാൾക്കൊരു ജൂനിയർ QS ആയിട്ട് എത്ര കാലം വേണമെങ്കിലും നിൽക്കാം. ഓക്കെ, പിന്നെ അയാൾക്ക് മൂവ് ചെയ്തിട്ട് അടുത്ത ലെവലുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ എംപ്ലോയ് ചെയ്യണം? അപ്പൊ ഇതിൽ ഒരു പക്ഷേ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, QS ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾറെഡി പഠിച്ച് പുറത്തു പോയി അവർ QS ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ഇതിൽ അവർക്ക് അഡ്വാൻസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ ഹർഷയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്? എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ സ്കിൽസ് ആണ് നമ്മൾ QSൽ മുന്നിലേക്ക് എന്താ പറയാ അഡ്വാൻസ്മെന്റിന് വേണ്ടി ഏറ്റവും നമുക്ക് എന്താ പറയാ നന്നായി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഇത് അനലിറ്റിക്കൽ സ്കിൽസ് ആണ്.
നമുക്കൊരു ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ഒരു അഡ്വാൻസ്മെന്റ്. ഇപ്പൊ നമ്മള് ഒരു ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാനേജേഴ്സ് എപ്പോഴും ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അറിയാം അതിന്റെ ബഡ്ജറ്റ് എത്രയാണ് എന്ന്. അത് ഒരുപക്ഷെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ ഒരു എക്സ്പീരിയൻസിന്റെ വാല്യൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. കാരണം നമുക്ക് ജൂനിയർ ആയിരിക്കുന്ന സമയത്ത് നമ്മളിത് പഠിക്കുക, അതിനനുസരിച്ച് നമുക്ക് ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റും ഈ കരിയറിൽ. പിന്നെ അതേപോലെ നമുക്ക് പല അക്രഡിറ്റേഷൻസും ഉണ്ടല്ലോ, ഈ MRICS പോലെയുള്ള ചാർട്ടേഡ് ക്വാണ്ടിറ്റി സർവേയിങ് അക്രഡിറ്റേഷൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് സീനിയർ പോസ്റ്റിലേക്കുള്ള ഒരു എക്സ്ട്രാ ആഡ് ഓൺസ് ആയിരിക്കും. ഞാനിപ്പോ അതിലേക്ക് മൂവ് ചെയ്താൽ എന്താന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. MRICS എടുത്താൽ എന്താന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല. കുറെ തിരക്കുകളായതുകൊണ്ട് ഇനി അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. പിന്നെ MRICS എന്താ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും സ്റ്റുഡൻസിന്. MRICS ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് ഒരു 5 year എങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. അതെ അതെ, നമുക്കിപ്പോ ഒരു RICS അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം. പക്ഷെ നമ്മൾ RICS അക്രഡിറ്റഡ് അല്ലാത്ത ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആളുകളാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കൊരു 5 years പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സ്പീരിയൻസ് QS വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നമ്മുടെ CV അയച്ചു കൊടുക്കും. അപ്പോൾ അത് നോക്കിയിട്ടാണ് അവർ അപ്രൂവ് ചെയ്യുക. അങ്ങനെ എന്തോ ആണ് സംതിങ്. പിന്നെ അതിന് ട്രെയിനിങ് RICS അക്രഡിറ്റഡ് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല, സംശയമാണ്. എനിക്കറിയില്ല. യൂഷ്വലി നമുക്ക് ശ്രീലങ്കയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ UK ശ്രീലങ്കയിൽ പല യൂണിവേഴ്സിറ്റീസും അക്രഡിറ്റഡ് ആണ്. പിന്നെ പക്ഷെ നമ്മൾ ശ്രീലങ്കയിലല്ലോ പഠിക്കുന്നത്. പിന്നെ UK പല കോളേജസും യൂഷ്വലി UK പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് അത് നോക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ RICS ഒരു MRICS അക്രഡിറ്റേഷൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് കിട്ടുമെന്ന്. അസോസിയേറ്റ് RICS എന്ന് എക്സാക്ട്ലി അങ്ങനെയാണ് തോന്നുന്നത്. അസോസിയേറ്റ് RICS അത് എനിക്ക് ഒന്ന് ഈ ഒരു നമ്മള് RICS അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന് കുറച്ചുകൂടി അപ്രോച്ചബിൾ ആയിരിക്കും. MRICS-നും അത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ MRICS-ന് നമുക്ക് എക്സ്പീരിയൻസ് കൂടെ വേണം. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ വി നീഡ് ടു എൻ്റർ ഈ ഒരു പ്രൊഫഷനിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യണം ഞങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതിനുശേഷമേ ഇതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിക്കുള്ളൂ. ആദ്യം പ്രൊഫഷനിലേക്ക് എൻ്റർ ചെയ്യുക, വേണ്ട എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് എന്തായാലും 5 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരു QS MRICS-നെ കേൾക്കാതിരിക്കില്ല, ഉറപ്പായിട്ടും കേൾക്കും, അല്ലെ? ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇപ്പൊ വേണ്ടത് എന്താണ്, ഇതിലേക്കുള്ളൊരു എൻട്രി ആണ്. QS-ൽ താല്പര്യമുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പൊ അതിലേക്കുള്ള എൻട്രി നമുക്ക് വേണം. അപ്പൊ അതിന് വേണ്ട കുറച്ച് സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുക ആശയമായിട്ട്. ഓക്കെ, ഫൈൻ. വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് സാലറി റേഞ്ച് ക്യാൻ ഐ ആന്റിസിപ്പേറ്റ് ആസ് എ ബിഗിനർ ഇൻ ദിസ് ഫീൽഡ് ഇൻ ഇന്ത്യ, GCC, യൂറോപ്പ്? ഞങ്ങൾ കുറച്ച് സാലറി കൺസേൺഡ് ആണ്. ഇപ്പൊ ഹർഷ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇന്റേൺസ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. സോ വാട്ട് സാലറി റേഞ്ച്? താജ് പറ, ഇന്ത്യയിൽ എത്ര എക്സ്പെക്ട് ചെയ്യാം ഒരു ബിഗിനർ QS അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, വാട്ട് എവർ ഓൾ ഇറ്റ് ഈസ്, ഒരു BTech കഴിഞ്ഞ സ്റ്റുഡന്റിന് എത്ര സാലറി എക്സ്പെക്ട് ഞാൻ എന്റെ കമ്പനിയിൽ ലബാമി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ ഓപ്പറേഷൻസ് ഡയറക്ടറാണ് ഞാൻ. അപ്പൊ ഇവിടെ ഞങ്ങളുടെ കമ്പനിയിലുള്ള ഒരു QS-ന്റെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു QS-ന് കൊടുക്കുന്നത് 15 to 20 ആണ്. 15 to 20 നിൽക്കും, ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസ്. ഒരു വർഷം 1.5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അത്രയും ഞങ്ങൾ നോക്കുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പഠിപ്പിക്കാൻ സമയമല്ല. ഓക്കെ, ഒരുപാട് ഇരുന്ന് പഠിപ്പിക്കാൻ സമയമല്ല. ഞങ്ങളും ഫാസ്റ്റ് മൂവിങ് ആണ്. സോ ഞങ്ങൾ കൊടുക്കുന്ന സാലറി ഇതാണ്. ഒരിക്കലും ശരിയല്ല, പഠിപ്പിക്കണം. അല്ല, പഠിപ്പിക്കാൻ താജ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. ദാറ്റ്സ് ട്രൂ. പക്ഷെ ഇതാണ് ഞങ്ങളൊരു സാലറി റേഞ്ച്, ഒരു 15 to 20. പക്ഷെ ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിൽ ഐ തിങ്ക് ദേ ആർ ഗിവിംഗ് മോർ. അവർ കൂടുതൽ കൊടുക്കുന്നുണ്ട്, 25 to 30 അറൌണ്ട് 50 റേഞ്ചിൽ കൊടുക്കുന്നുണ്ട് തോന്നുന്നു.
കറക്റ്റ് ആണ്. പക്ഷെ കാരണം അത് ഡിപ്പെൻസ് ഓൺ എക്സ്പീരിയൻസ്. നമ്മൾ അവിടെ സ്റ്റാർട്ടേഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ അഗെയിൻ നമ്മൾ നാട്ടിലൊരു 10 to 15 അല്ലെങ്കിൽ 20 ഒരു ബിഗിനർ സേ 10,000 പെർ മന്ത് അത് കിട്ടുവാണെങ്കിൽ നാട്ടിൽ നിൽക്കാൻ ഐ വുഡ് സജസ്റ്റ് ടു സ്റ്റേ ഇൻ യുനോ കേരള ഇറ്റ് സെൽഫ്. ബിക്കോസ് കേരളത്തിലെ ലിവിങ് കോസ്റ്റ്, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പോയി വരുന്ന സമയത്ത് ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്ന വളരെ കുറവായിരിക്കും കുറവാണ്. കേരളത്തിലെ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അതേസമയം നമ്മൾ പുറത്ത് ഒരു 25-30 കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് റെന്റ് കൊടുക്കാൻ തന്നെ തികയും. അപ്പോ എപ്പോഴും നമ്മുടെ എക്സ്പെൻസസ് എന്താന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്തിട്ട് സാലറി അതും കൂടി ഒരു അതെ ഫാക്ടറാണ്. സോ അതെ വി വിൽ മൂവ് ടു GCCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ബിഗിനർക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, QSൽ കുറച്ച് നോളേജ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര നമുക്ക് ഇപ്പൊ ഒരു ഫ്രഷർ ആണ് എന്നെങ്കിൽ എത്ര കിട്ടും, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ എത്ര കിട്ടും, ഹർഷയുടെ ഒരു കണക്ക് വെച്ച്? എന്റെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 4K 5K to 10K ഉള്ളില് നമ്മളെ ബേസ്ഡ് ഓൺ ദി സാലറി AED ആണ് ഞാൻ പറയുന്നത്. അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു 80,000 to 1.5 lakhs or 2 lakhs, നല്ല കമ്പനി ആണെങ്കിൽ ഒരു 1.5 lakhs കിട്ടും. പക്ഷെ ഒരു സാധാരണ കമ്പനി ആണെങ്കിൽ ഐ വുഡ് സേ ഒരു 80Kയിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. 80K, അതായത് പക്ഷേ അതിന് 4,000 AED അല്ലെ? 4,000 AED. ആ. അതേസമയം നമ്മള് എനിക്ക് അറിയുന്ന പലരും അതിലേറെ കുറവ് 2,500 വർക്ക് ചെയ്യുന്ന ഫ്രഷേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ. പക്ഷെ എന്റെ ഒരു ഒപ്പീനിയനിൽ നമ്മളാണ് നമ്മളുടെ വാല്യൂ ചൂസ് ചെയ്യേണ്ടത്. അപ്പോ നമ്മള് മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് അവിടെ ഇപ്പൊ ഇൻഡീഡ് പോലുള്ള പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള ഇതിൽ നമുക്കൊരു സാലറി റേഞ്ച് അതിൽ നിന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിന്റെ താഴേക്ക് പോകരുത് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമ്മൾ അവിടെ നമ്മുടെ പ്രൊഫഷനെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്. നാളെ കുറഞ്ഞ പൈസക്ക് വർക്ക് ചെയ്യാനുള്ള ആളുകളെ കിട്ടുമ്പോൾ മാർക്കറ്റിലാണ് അതൊരു ഒരു പ്രശ്നമാവുന്നത്. നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോ ആരും ഒരു നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ്സിന് താഴേക്ക് പോയി വർക്ക് ചെയ്യാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഇപ്പോ GCCയിലുള്ള എമൗണ്ട് ഒന്നും എനിക്ക് ഒരു ധാരണ ഇല്ല. കാരണം ഞാൻ ഇപ്പം അവിടെ നിന്നുള്ള കാര്യങ്ങൾ അത്ര അപ്ഡേറ്റഡ് അല്ല. അപ്പോ നമ്മൾ ഇൻഡീഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് പ്ലാറ്റ്ഫോംസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും. എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലുള്ള കേസ് ആണോ ഇപ്പൊ ഹർഷ പറഞ്ഞത്? അതായത് കുറച്ചൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ്ങിനെ കുറിച്ച് അറിയാം, ബിഗിനർ ആണ്, കുറച്ച് ഞങ്ങൾ കോഴ്സ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് നോളേജ് ഉണ്ട്, വി നോ ഹൗ ടു എക്സ്പ്രസ് ക്വാണ്ടിറ്റി സർവേയിങ് എന്തൊക്കെയാന്നുള്ളതും അതിൽ ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം. ഈവൻ ദോ വി ആർ ഫ്രഷേഴ്സ്, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാം. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂവിൽ കയറിയ ഒരു വ്യക്തിയാണെങ്കിൽ, ജോബിന് കയറിയ വ്യക്തിയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര എക്സ്പെക്ട് ചെയ്യാം? ഈ റേഞ്ച് തന്നെയാണ്. വ്യക്തിയാണെങ്കിൽ നമ്മൾ ബിഗിനറായി കയറുകയാണെങ്കിൽ കൂടെ ഒരു 6 months കഴിഞ്ഞ് നമ്മളെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവര് നല്ല എമൗണ്ട് നമുക്ക് തരും. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു റിവ്യൂ അവിടെ ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് പേയ്മെന്റ് കൂടുതൽ കിട്ടും. അതിന് ഒരു ഡൗട്ടും ഇല്ല. കാരണം നമ്മളെ കമ്പനിക്ക് ആവശ്യമാണെന്ന് ഒരു കമ്പനി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കിട്ടും. സോ ഫ്രം ദ സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചോദിക്കുകയാണ്, നമുക്കിപ്പോ ഈ 6 months ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ 6 month പ്രൊബേഷൻ പീരീഡ് ആണല്ലേ? അതെ. ആ സമയത്തിനുള്ളിൽ നമുക്ക് ജോലി പോവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ജോലി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് പെർമനന്റ് അല്ല. അതൊരു ഫാക്ട് ആണ്. അതിലൊരു മിനിമം ഒരു കാര്യം ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മിഡിൽ ഈസ്റ്റിലാവുമ്പോൾ അവര് നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് ചിലരെങ്കിലും ഈ വിസ കാലാവധി തീരുന്നത് വരെ ഇവരെ നിർത്താമെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. പക്ഷെ അത് പ്രതീക്ഷിക്കരുത്, അല്ലാത്ത കമ്പനികളും ഉണ്ട്. തീർച്ചയായും. എന്റെ എക്സ്പീരിയൻസിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട് അങ്ങനെ. എന്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ അടി കിട്ടിയിട്ടുണ്ട്. പ്രൊബേഷൻ പീരീഡിൽ അവര് പെർഫോമൻസ് മോശമാണെന്ന് പറഞ്ഞിട്ട് ടെർമിനേറ്റഡ് ആയിട്ടുണ്ട്. നമ്മള് ഫ്രഷറിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മള് ആണ് പ്രൊഫഷണലി എങ്കിൽ നമുക്ക് എവിടെ പോയാലും പിടിച്ചു നിൽക്കാം. അതിൽ 100% ഞാൻ അഷ്വർ ചെയ്യാം. നമ്മൾ പഠിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു കമ്പനിയും നമ്മൾ പിരിച്ചുവിടാൻ പോകുന്നില്ല. നമ്മൾ ചുമ്മാ മണി ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാതെ കുറച്ച് നമ്മളുടെ പ്രൊഫഷണലി നമ്മള് കുറച്ച് നന്നായിട്ട് നിന്നാൽ മാത്രം മതി. UAE ഇപ്പോ വർഷക്ക് ജോബ്
കിട്ടിയത് എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് ഞാനൊരു ഐ തിങ്ക് ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് Indeed വഴി സ്റ്റേജിൽ ആയിരിക്കും ഇൻഡീഡ് വഴിയായിരുന്നു അല്ലേ? ആ ഓക്കെ ഫൈൻ. മോസ്റ്റ് പ്രോബബ്ലി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം നമുക്ക് റെഫറൻസ് ഒന്നും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല. അപ്പോ ഇൻഡീഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ഈ ജോബ് വെബ്സൈറ്റ്സ് ഇല്ലേ? സൈറ്റുകളുണ്ട്. നമ്മൾ യു അതെ എയുടെ അതെ മാത്രമായിട്ടുള്ള കുറച്ച് ജോബ് സൈറ്റുകൾ ത്രൂ സൈറ്റ്സ് ഉണ്ട്. അത് ഇപ്പോഴത്തെ ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഇൻഡീഡ് ആണ് മെയിൻ. ഓക്കെ ഫൈൻ. സോ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹർഷ. പക്ഷേ സോറി, ശരി. ഞാൻ ഇത് പറഞ്ഞില്ല, നമ്മുടെ UK സാലറി. UK സാലറി സോറി. UK സാലറി വരുമ്പോ യൂറോപ്പ് എനിക്ക് വലിയ ധാരണയില്ല. UK-ല് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ്, ഗവൺമെന്റ് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കിൽഡ് വർക്കേഴ്സിന്റെ സാലറി അങ്ങനെ വല്ല ടേംസും UK ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ UK ഗവൺമെന്റ് വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് അവർലി പേസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് അവർലി പേ ഒരു QS-നുള്ളത്. അതിന്റെ താഴേക്ക് പോവില്ല. ഈ ഗൾഫിലെ പോലെ അത്ര കോമ്പറ്റീറ്റീവ് അല്ല. അതുകൊണ്ട് ഇവിടെ ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യും. അതേസമയം നമ്മൾ ഒരു ഇന്റേൺ ആയിട്ടാണ് കയറുന്നതെങ്കിൽ അത് നമുക്ക് ഈ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻഡീഡ് ഒക്കെ പോലത്തെ വെബ്സൈറ്റ്സിൽ കാണാം. അത് ഞാൻ കണ്ടിടത്തോളം ഒരു 10,000 to 20,000 pounds per annum ആണ് ഒരു ഇന്റേണിന് കിട്ടുന്ന പേയ്മെന്റ്. ഇന്ത്യയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് പറഞ്ഞുതരുമോ? 10,000 means 10 lakh rupees per annum ആണ്. പിന്നെ 20,000 ആണ് ഞാൻ ആഡ്സിലെല്ലാം കണ്ടിട്ടുള്ളത്. 24-25 ഉള്ളതും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കേസ് ആണ്. അല്ലെങ്കിൽ ഒരു 16 to 20,000 per annum, 20 lakh Indian rupee per annum ഒരു ഇന്റേണിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 2 lakhs-ന്റെ അറൗണ്ട് വരില്ലേ ഒരു മാസം? യെസ്, 12,000 pounds-ന് മേലെ നമ്മുടെ കിട്ടുന്ന എല്ലാ എമൗണ്ടിനും നമ്മൾ ടാക്സ് പേ ചെയ്യണം. പക്ഷെ ഒരു ഇന്റേണിനെ സംബന്ധിച്ചിടത്തോളം 20% ടാക്സ് ഉണ്ടാവും. പക്ഷെ ഒരു ഇന്റേണിനെ സംബന്ധിച്ചിടത്തോളം ഒരു 16K ഒക്കെയാണ് നമുക്ക് പെർ ആനം ഉള്ളതെങ്കിൽ വെറും 4,000K-ക്കാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് 12,000-ന്റെ മേലുള്ള എമൗണ്ടിന്. അപ്പോ അത് വലിയൊരു ഹിറ്റ് വരില്ല. മനസ്സിലായോ? വൺ തിങ് ഞാൻ ഒന്നും കൂടി സിമ്പിൾ ആക്കാൻ, UA-ല് വർക്ക് ചെയ്യുന്നതും UK-ല് വർക്ക് ചെയ്യുന്നതും സാലറി ബേസിൽ എവിടെയാ കൂടുതൽ? ഡെഫിനറ്റ്ലി UK-ലാണ് കൂടുതൽ. ഓക്കെ, ഇപ്പൊ ആ കാര്യം ക്ലിയർ ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് നമുക്ക് ഡെയിലി എക്സ്പെൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് UA-ലാണോ UK-ലാണോ കൂടുതൽ വരിക? കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെൻസ് കൂടുതൽ UK-ലാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സാലറി സേവിങ്സ് കയ്യിൽ ഉണ്ടാവും ആസ് കമ്പയർ ടു UAE? കൂടുതൽ സാലറി UK-ലാണ്, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കയ്യിൽ ഉണ്ടാവും അല്ലെ? സേവിങ്സ് ഉണ്ടാവാം. സാലറി ഉണ്ടാവും, എക്സ്പെൻസും ഉണ്ടാവും, പക്ഷെ സേവിങ്സും ഉണ്ടാവും. അപ്പം ഒരു ഫ്രഷറിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഏർണിങ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അത് രണ്ട് കൺട്രിയിലും ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞു. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് അത് മാറും അല്ലേ? അതെ. UK-ൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കാണാലോ ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ഒരു എന്താ പറയാ ഒരു ലൈഫ് കാണാലോ. കംപ്ലീറ്റ് അവര് ഒരു ഡ്രീം വേൾഡിലാണ് UK-ൽ വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ അതിനനുസരിച്ചിട്ട് എക്സ്പെൻസ് വരും. ഓക്കെ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഹർഷ പറയുന്നത് അല്ലേ? സ്റ്റുഡൻസ് ആയി കഴിയുമ്പോൾ വലിയ ചെലവുകൾ കുറവല്ലേ? എങ്ങനെ അല്ലേ? മനസ്സിലായില്ല. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും സേവ് ചെയ്യാം. അത് ഇന്ത്യയിലാണെങ്കിലും UK-യിലാണെങ്കിലും UAE-യിലാണെങ്കിലും. സോ ഹർഷ, വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ മുന്നേ ഹർഷ പറഞ്ഞതാണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് പ്ലാറ്റ്ഫോം ഓർ മെത്തേഡ് ആർ യൂട്ടിലൈസിംഗ് ടു അപ്ലൈ ഫോർ ജോബ്സ്? അതായത് എന്തൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് ഹർഷ അപ്ലൈ ചെയ്യാൻ, ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇൻഡീഡും ലിങ്ക്ഡിനും ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ്. അതില് ലിങ്ക്ഡിനില് കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള വഴികളുണ്ട്. ഇപ്പം നന്നായിട്ട് സ്മാർട്ടായിട്ട് വർക്ക് തപ്പുന്ന ആളുകൾക്കാണെങ്കിൽ ലിങ്ക്ഡിൻ വളരെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇൻക്ലൂഡ് എനിക്ക് ഈ ജോലി ഇവിടുത്തെ ജോലി കിട്ടിയത് ഇൻഡീഡ് ത്രൂ ആണ്. ഇൻഡീഡ് ത്രൂ ആണ്. ഓക്കെ, പിന്നെ ഇന്റർവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ലിങ്ക്ഡിൻ വഴിയും ഇന്റർവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മെയിൻ ആയിട്ട് അതിപ്പോ നമുക്ക് ഒരു നാട്ടിലിരുന്ന് നോക്കണമെങ്കിൽ തന്നെ Indeed.ae ആണെങ്കിൽ നമുക്ക് UAE വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. Indeed വെബ്സൈറ്റ് ഒരു സാലറി റേഞ്ച് ഒക്കെ അറിയണമെങ്കിൽ Indeed.uk കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് UK ജോബ്സും ഒക്കെ കാണാം. അപ്പൊ അതൊക്കെ നാട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അതെ അല്ലെ. ഓക്കെ. സോ UAE ജോബ് കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് മീ ഷെയർ ദാറ്റ്. അതായത് നമുക്കിപ്പോ ഒരു ജോബിന് സെർച്ച് ചെയ്യുമ്പോൾ ദേ വിൽ ഷോ സം ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ. ഈ ഒരു ജോബ് അതെ. ഡിസ്ക്രിപ്ഷനിലുള്ള സ്കില്ല് നമുക്ക് വേണ്ടേ അറ്റ്ലീസ്റ്റ് അല്ലെ? ഒരു 70 to 80% എങ്കിലും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. സോ നമ്മളിപ്പോ UAE ഒരു 100% ഒരിക്കലും അല്ല, സോറി ഐ എം ഷുവർ 100% ഒരിക്കലും നമുക്ക് കിട്ടില്ല. സോ 70 to 80% മാച്ചിങ് വേണം അല്ലെ. സോ ഞാനൊരു സ്റ്റുഡന്റ് ആണ്, ഞാൻ ഇതിൽ കയറുന്നു, എന്നിട്ട് ഞാൻ ജോബ് സെർച്ച് ചെയ്യുന്നു. അപ്പൊ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുന്നു, ഇതിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടോ നോക്കുന്നു. സോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒരു പ്രൊജക്റ്റും സെമിനാറും വെബിനാറും മാത്രം, സോറി നമ്മൾ ബിടെക്കിൽ പഠിച്ച പ്രൊജക്ട്സ് നമ്മൾ സാധാരണ CV-യിൽ അർഷക്ക് അറിയുന്നുണ്ടാവും. കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യുന്ന CV-യിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ +2 മാർക്കും ബിടെക്കിലെ മാർക്കും പിന്നെ നമ്മുടെ പ്രൊജക്റ്റും ഇന്റേൺഷിപ്പും സെമിനാറും സൈറ്റ് വിസിറ്റും ഒക്കെയാ. ഇത് വെച്ച് അപ്ലൈ ചെയ്ത വല്ല കാര്യമുണ്ടോ? ഇല്ല. കാര്യമില്ല. സോ കുറച്ച് മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തണം അല്ലെ. യു വിൽ ഹാവ് ടു ഹാഡ് സം സ്കിൽസ് റിലേറ്റഡ് ടു QS. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ താജ് അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു റിയൽ ടൈം മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഒരു ഫോറിൻ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ഇതാണെങ്കിൽ അതിന്റെ A to Z ലൈക് ഗ്രൗണ്ട് ബ്രേക്ക് ടു ഹാൻഡ് ഓവർ സ്റ്റേജിലുള്ളത് അവർക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. അത് വെച്ചിട്ട് തന്നെ നമുക്ക് കുറെ മനസ്സിലാവും. പിന്നെ അതിൽ ആഡ് ചെയ്യുന്ന കുറച്ച് ടേംസ് അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡസ്ട്രി വിച്ച് വി ആർ അപ്ലൈയിങ് വർക്കിംഗ്. അതിന്റെ കുറച്ച് ടേംസ് ആണ്. അതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. 9th question. So what initial steps should we take if you are interested in pursuing quantity surveying as a profession? അതായത് ക്വാണ്ടിറ്റി സർവേയിങ് നമ്മൾ പ്രൊഫഷൻ ആയി എടുക്കാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ ഇനീഷ്യൽ സ്റ്റെപ്സ് ഞങ്ങൾ എടുക്കണം? ഇപ്പോൾ ഞങ്ങൾ ബിടെക് കഴിഞ്ഞു. ഓക്കെ, ബിടെക് കഴിഞ്ഞിട്ട് ഞങ്ങൾ മനസ്സിലാക്കി ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ കോളേജസിൽ പോകുമ്പോൾ പല സെമിനാറിലും ക്വാണ്ടിറ്റി സർവേയിങ് മാത്രമല്ല പറയാറ്. അതായത് ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എനിക്ക് എന്താ അറിയില്ല. ഇത് ബിടെക്കിന് ശേഷം എന്റെ ഒരു മൈൻഡ് സെറ്റിൽ സൈറ്റ് എഞ്ചിനീയറിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം ഇപ്പോഴുള്ള പല സ്റ്റുഡൻസും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ ഇപ്പോ ക്വാണ്ടിറ്റി സർവേയിങ് പോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് പോലെ കുറെ ട്രെൻഡിങ് കോഴ്സ്, BIM പോലെയുള്ള കോഴ്സുകളൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും മൈൻഡിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ കൂടുതലായിട്ട് കളിക്കുന്ന ഒരു സാധനമാണ് ഈ ക്വാണ്ടിറ്റി സർവേയിങ്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിനോട് അട്രാക്റ്റഡ് ആയി പോകും. ഓക്കെ, സോ അങ്ങനെ ഞാൻ കുറെ എന്ത് ചെയ്തു, ഗൈഡൻസ് സ്റ്റുഡൻസിന് കൊടുത്തു. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ചൂസ് ചെയ്തു, ഇഫ് വി ആർ ചൂസിങ് ക്വാണ്ടിറ്റി സർവേയിങ് ആണ് ഞങ്ങൾ പോകുന്നത് ഒക്കെയാണ് തോന്നി അതിലേക്ക് വന്നാൽ എന്തൊക്കെ ഇനീഷ്യൽ സ്റ്റെപ്സ് ആണ് ഞങ്ങൾ എടുക്കേണ്ടത് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ? ഫസ്റ്റ് തിങ്, US ആണ് എടുക്കുന്നതെങ്കിൽ പറഞ്ഞ മാതിരി അഡീഷണൽ ഈ സോഫ്റ്റ്വെയർസ് ഒന്നും പഠിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ ഇപ്പൊ സോഫ്റ്റ്വെയർസിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. ഇപ്പൊ നമുക്ക് ജോബ് അഷ്വേർഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇപ്പൊ നമ്മൾ പ്രൈമവേര, ഒരു എക്സാമ്പിൾ, എന്റെ കൂടെ ഞാൻ ബിമ്മിന്റെ കോഴ്സ് ചെയ്തപ്പോ എന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് കസിൻ പ്രൈമവേര അല്ല BIM പഠിച്ചു കഴിഞ്ഞാൽ BIM-ന്റെ ഒരു ജോലി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്കൊരു റെഫറൻസ്, ഒരാള് സീനിയർ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയാ, നീ ഇത് പഠിച്ചിട്ട് വാ, നിനക്ക് ഞാൻ എന്റെ കമ്പനിയിൽ റെഫർ ചെയ്ത് ജോലി കാണിച്ച്, അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. അല്ലാതെ നമ്മൾ ഈ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെസ്യൂമെ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറെ സോഫ്റ്റ്വെയർസ് പഠിക്കുന്നതിൽ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിലും ബെറ്റർ ആയിട്ട് ഇതുപോലെ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ QS
ക്യൂഎസിന് അതായിരിക്കും കൂടുതൽ യൂസ്ഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു സെക്കൻഡ് സിയാദ് ഓക്കെ ഫൈൻ. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, പ്രോജക്ട്സ് പ്രാക്ടീസ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, ബിടെക് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ അതിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഇൻസ്റ്റെഡ് ഓഫ് ഇങ്ങനെ കുറെ പൈസ കൊടുത്തിട്ട് ഓരോ കോഴ്സുകൾ ചെയ്യുന്നതിന് പകരം. പിന്നെ ചെയ്യാവുന്ന കാര്യം ഓട്ടോകാഡ്, ഒരു ബേസിക് ഓട്ടോകാഡ്, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെ പഠിപ്പിക്കുക ഇങ്ങനെ പഠിപ്പിക്കുക അങ്ങനത്തെ അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ നോക്കി പഠിച്ചാൽ മതി. യൂട്യൂബിൽ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇപ്പം സോഫ്റ്റ്വെയർ വേണം, നമുക്ക് പേഴ്സണൽ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കിട്ടുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ മതി. ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടില്ല, എന്നാലും ഒരു ബേസിക് സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിപ്പം ഒരു ഇന്റേൺ ആയിട്ട് കയറിയിട്ടാണ് പഠിക്കുന്നതെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബിടെക്കിൽ ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ പേപ്പർ ആൻഡ് പെന്നാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയിൽ പേപ്പർ ആൻഡ് പെന്ന് എനിക്കൊന്നും ഇന്ത്യയിൽ പോലും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് എക്സൽ സ്കിൽസ് അതിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഒട്ടും സ്കില്ലില്ല, പക്ഷെ നമുക്ക് കൈ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. അതെ, എവിടെ പോയാലും എക്സൽ അതൊരു ബേസിക് തിങ് ആണ്. എക്സൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ആളുകളും കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈവൻ അക്കൗണ്ടന്റ് ആണെങ്കിലും ശരി, ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, അല്ലെ? അതെ, അപ്പൊ അതിന് ഒരു സ്പീഡപ്പ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ചെയ്യുക. Okay, fine. Okay, Harsha. We will move to the next question. That means എനിക്ക് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Okay. What are the advantages of pursuing career in UK other than Middle East countries? അതായത് നമ്മളിപ്പോ UK വർഷം മൂവ് ചെയ്തു. അപ്പോ ഞങ്ങൾക്കിപ്പോ മിഡിൽ ഈസ്റ്റിലാണ്. ഇപ്പോ മിഡിൽ ഈസ്റ്റിലേക്ക് കുറച്ച് മുന്നേ ഒക്കെ ആയിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് ആളുകൾ UK മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ UK വന്നത് കൊണ്ട് ഈസ് ദർ എനി അഡീഷണൽ അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യായിരുന്നു. അത് ഇപ്പൊ നമ്മള് UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഫഷണൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് UAE മൂവ് ചെയ്യുന്നത്. അതേസമയം UK എല്ലാവരും സ്റ്റുഡന്റ് ആയിട്ടാണ് വരുന്നത്. എത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ധാരണയിലാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കണ്ട സ്റ്റുഡൻസില് 90% സ്റ്റുഡൻസും എന്തെങ്കിലും ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന കുട്ടികളാണ്. അല്ലാതെ അവര് അത്ര കരിയറിൽ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ UK ജോലി കിട്ടാനും നമ്മുടെ തന്നെ പ്രൊഫഷണൽ ജോലി കിട്ടാനും ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് നമുക്ക് എന്താ ഞാനിപ്പോ പറയാ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിഡിൽ ഈസ്റ്റിലെ പോലെ ഇല്ല. കാരണം മിഡിൽ ഈസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ കമ്പനി റെഡിയാണ്. അപ്പൊ അവിടെ അങ്ങനത്തെ ആ സിസ്റ്റം ആയതുകൊണ്ട്. പക്ഷെ UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനിയും വിസ പ്രൊവൈഡ് ചെയ്യില്ല. വിസ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് വേണം. അപ്പോ കമ്പനീസ് ഇവിടെ എടുക്കാൻ ആളില്ലാത്തത് പുറത്തുള്ള ആളെ ലൈസൻസിൽ, കാരണം അവർക്ക് എക്സ്പെൻസ് ഒബ്വിയസ്ലി കൂടുതലാണ്. ഫസ്റ്റ് പ്രിഫറൻസ് അവിടെയുള്ള ആളുകൾക്ക് അവർ കൊടുക്കുക, അല്ലെ? ഡെഫിനറ്റ്ലി, അതെ. അപ്പോ അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ UK നമ്മുടെ കരിയറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് എത്രത്തോളം കിട്ടും എന്നുള്ളത് എനിക്ക് വലിയ ധാരണയില്ല. പിന്നെ കരിയർ ഇൻ UK അതർ ദാൻ മിഡിൽ ഈസ്റ്റ്, അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി മിഡിൽ ഈസ്റ്റിനേക്കാളും നല്ലത് ഈ വെസ്റ്റേൺ കൺട്രീസ് തന്നെയാണ്. കാരണം അവിടുത്തെ വർക്ക് കൾച്ചർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതേപോലെ വർക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾ ഈ വർക്കിന്റെ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട്, ഏത് പ്രൊഫഷൻ ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് ഉണ്ട് വെസ്റ്റേൺ കൺട്രീസിൽ. വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് വർക്ക് ലൈഫ് ബാലൻസ്. അത് താജ് എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റില് ജോലി വേണ്ടെന്ന് വെച്ചത്? ഇല്ല, അങ്ങനെയല്ല. എനിക്ക് ഇതിനോട് പാഷൻ ഉള്ളത് കൊണ്ടാണ്. ബേസിക്കലി അതാണ്. ടീച്ചിങ്ങിനും അങ്ങനെ ഭാഷയ്ക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ജോലിയിൽ ഫേസ് ചെയ്തിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു? എനിക്ക്
ഇപ്പോ എന്നെ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സീനിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊജക്ട് മാനേജേഴ്സ് അവരുടെ ഭാഗത്തു നിന്ന് ഉള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്സ് അതൊക്കെ ഒരു പൊളിറ്റിക്സ്. പ്രോബ്ലംസ് ഉണ്ടാവും. പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, പൊളിറ്റിക്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. പിന്നെ ഇതും പ്രശ്നമാണ്, പ്രഷർ ഒരു പ്രോബ്ലം ആയിരുന്നു. വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയായിരുന്നു? വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് വർക്കിനാണ് കൂടുതൽ, വർക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ അങ്ങനെ അത് ഒന്നുമില്ല. അത് വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ ഫേസ് ചെയ്യുന്നത്. പല കമ്പനീസും സാറ്റർഡേസ് ഓഫ് തരില്ല. ഇപ്പം സൺഡേ ആയിട്ടുണ്ട് കുറെ സ്ഥലത്തൊക്കെ. പണ്ട് ഫ്രൈഡേസ് ആയിരുന്നു. ഫ്രൈഡേ മാത്രമേ ഉള്ളൂ, സാറ്റർഡേ അധികം കമ്പനീസും പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോ 1 ഡേ 6 ഡേ വർക്കും 1 ഡേ ഇതുമാണ്. പിന്നെ വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്. യു കെയിൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫ്ലെക്സിബിൾ ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 2 ഡേ വർക്ക്, 3 അത് ഡേ ശരി. വർക്ക് ഫ്രം ഹോം ചെയ്യാം. ആഹാ. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഒരു വർക്ക് നമുക്ക് അതിന്റെ ഒരു ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് നമ്മുടെ ഒരു ഫാമിലി ആകുമ്പോൾ ബിഗിനേഴ്സിന് അത് അത്രമാത്രം എഫക്ട് ചെയ്യില്ല. പക്ഷെ ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അത് യു കെ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ വർക്ക് സ്ട്രെസ്, അങ്ങനെ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവമേ ഇവിടെ നമുക്ക് മേലേന്നും വരില്ല. ഐ മീൻ നമ്മുടെ സുപ്പീരിയേഴ്സിന്റെ ഒന്നും വരില്ല. നമുക്ക് ഐ കാൻ മാനേജ് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ ഫോഴ്സ് ചെയ്യാൻ ഇവിടെ വരില്ല. അത് ശരി. നിങ്ങള് അപ്പൊ ടൈം അങ്ങനെയാണെങ്കിൽ എടുത്തോളൂ, നിങ്ങൾ ഞാനൊന്ന് റെസ്റ്റ് ഒക്കെ ചിന്തിക്കണല്ലോ. എടുത്തിട്ട്. എന്താ? അല്ല, യു കെയിലേക്ക് വരുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് ഞാൻ ആദ്യം ചിന്തിച്ചില്ല? പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. ആ, അപ്പൊ എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മളെ സെൽഫായിട്ട് ഇത് ചെയ്യാൻ പറ്റണം. നമ്മളെ ഈ പറഞ്ഞ മാതിരി ആ ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടല്ലോ, ആ. അപ്പൊ നമുക്ക് പെർഫോം ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം നമ്മളെ ഈ പ്രൊഫഷന് സ്യൂട്ടബിൾ ആണെന്ന്. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവര് ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചർ, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. നമ്മുടെ പാരന്റ് കമ്പനി ഫ്രഞ്ച് ആണ്, പക്ഷെ ബ്രിറ്റ്സ് ആണ്. ബോസ് ഒഴികെയുള്ളവരെല്ലാം ബ്രിറ്റ്സ് ആണ്. അപ്പൊ ബ്രിട്ടീഷ്. അപ്പോ അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയാ, സ്മൂത്ത് ആണ് കാര്യങ്ങൾ. നമുക്ക് വർക്ക് പ്രഷർ ആരും തരില്ല. അല്ല, മിഡിൽ ഈസ്റ്റിൽ അത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ചെറിയ രീതിയിലുള്ള വർക്ക് പ്രഷർ ഉണ്ടാവും. അതിപ്പോ എഞ്ചിനീയറിംഗിൽ ആവണമെന്നില്ല, വലിയ രീതിയിൽ എഞ്ചിനീയറിംഗിൽ തന്നെ ആവണമെന്നില്ല. ബാക്കി ഏത് ഡിപ്പാർട്ട്മെന്റ്സ്, ഈവൻ ഇഫ് ഇറ്റ് സെയിൽസ് ആണെങ്കിലും ശരി, ഇനി മറ്റേ മെഡിസിൻ പ്രൊഫഷൻ, എല്ലാറ്റിലും അതിൻ്റെതായ പ്രഷർ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ആണ്. അവിടെ ഡെവലപ്മെന്റ്സ് വളരെ ക്വിക്ക് ആണ്. ഇവിടെ നമ്മളൊരു വർക്ക്, എന്റെ ഓഫീസിന്റെ അടുത്തൊരു ബിൽഡിംഗ് 4 വർഷമായിട്ട് അവർ പണിതുകൊണ്ടിരിക്കുക. അതും ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിന്റെ റിനോവേഷൻ ആണ് അവർ ചെയ്യുന്നത്. 4 years ആയി ഇത്ര. അപ്പോ ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. അതിന് ആർക്കും അവിടെ ഒരു പ്രശ്നവും ഇല്ല. അതേസമയം നമ്മള് യു എയിലായിരുന്നപ്പോ ഞാൻ പറഞ്ഞ ഈ വെയർഹൗസ് പ്ലസ് ഓഫീസ് വർക്ക്, അത് G+1 ആയിരുന്നു. ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് മെസനൈൻ ഫ്ലോർ. അതിന്റെ വർക്ക് 3 months കൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ട് ബ്രേക്കിംഗ്, അതായത് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എല്ലാ സെക്ടറിലും വരും. നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ആ ഡിഫറൻസ് ആണ് നമ്മളെ യു കെ വേഴ്സസ് മിഡിൽ ഈസ്റ്റില് ഉള്ളത്. എല്ലാവരും നമ്മൾ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ മുകളിൽ നിന്ന് വരുന്ന ആ ഒരു പ്രഷർ ഇങ്ങനെ എല്ലാവരും താഴോട്ട് കൊടുത്തു പോകും. അതെ. പിന്നെ അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. നമുക്ക് ഒരാളില്ലെങ്കിൽ നമുക്ക് അതിന് പകരം തരാൻ 10 പേര് വേറെ ക്യൂവിൽ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ അത് നമുക്ക്, ഞാൻ 8 to 5 വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 to 6 വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് ഒരാൾ വരില്ല. അപ്പോ വരാത്തിടത്തോളം നമ്മൾ സേഫ് ആണ്. ഓക്കെ. അപ്പൊ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് യു കെയിലേക്ക് വരണം. അതുപോലെ തന്നെ കുറച്ച് ടഫുമാണ് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ, അല്ലെ? അതെ, ഓപ്പർച്യൂണിറ്റി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ കേരളത്തിലെ പോലത്തെ, കേരളം എന്ന് എടുത്തു പറയാൻ കാരണം ഇപ്പൊ നമുക്കൊരു ഭാഷ വലിയൊരു ഒരു പ്രശ്നമാണ് കേരളത്തില്. അപ്പൊ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻസിന് കുറെ കൂടെ ഭാഷ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണെന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ നമ്മളെ നാട്ടില് ഇപ്പോ നല്ലതായിരിക്കും, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെല്ലാം സ്പോക്കൺ ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ 90s കിഡാണ്. അപ്പൊ നമ്മളൊന്നും അങ്ങനത്തെ ക്ലാസ്സും ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോ കുറച്ച് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളൈറ്റ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആക്സെന്റ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് റിസ്ക് ആവും, അല്ലെ?
ഫസ്റ്റ് നമ്മൾ അത് IELTS ചെയ്യുന്ന കുട്ടികൾക്ക് IELTS ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ IELTS. ചുമ്മാ ആരും IELTS ഒന്നും ചെയ്യരുത്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ എന്താ പറയാ, ഫസ്റ്റ് നമുക്ക് അവര് പറയുന്ന മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നും. പിന്നെ നമുക്ക് സ്ലാങ്സ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പിന്നെ കമ്മ്യൂണിക്കേറ്റ്. നമ്മള് മലയാളികളല്ലേ ഹർഷ, എവിടെ കൊണ്ടുപോയിട്ടാലും ശരിയായിക്കോളും, അഡ്ജസ്റ്റ് ആയിക്കോളും. അത് പറ്റും, അത് ആ ഒരു ഡെഫിനറ്റ്ലി വിശ്വാസത്തില് പറ്റും. അതെ അതെ അതെ, അത് ഓക്കെ. പറ്റും. പക്ഷെ കുറച്ച് ടൈം എടുക്കും, അത്രയും. ടൈം എടുക്കും. പക്ഷെ പിന്നെ ഞങ്ങളിപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഇപ്പോ മിഡിൽ ഈസ്റ്റിലേക്ക് പോവാനും അവിടെ ജോലി അന്വേഷിക്കാനും എളുപ്പമാണ്. പക്ഷെ അതെ ഇപ്പോ UK ഒന്ന് വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും നമുക്ക് സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് തന്നെ ചിലപ്പോൾ ഒരു കോഴ്സ് ചെയ്യേണ്ടി വരും. ഹൗ ടു മൂവ് ടു UK എന്നുള്ള ബേസിസിൽ. അതിന് ഏറ്റവും പ്രശ്നം ഈ കൺസൾട്ടൻസ് ഒരുപാട് പൈസ ഈ കുട്ടികളുടെ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ. ശരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പോലും ചെയ്യാൻ പറ്റും. അത് ആർക്കും അറിയില്ല. നമ്മൾ ഈ കൺസൾട്ടൻസ് വഴി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഒരുപാട് പൈസ എക്സ്ട്രാ കൊടുക്കുന്നത്. അവർ നല്ല ഫീസ് വാങ്ങിക്കുന്നുണ്ടാവൂലേ? അതും ഇവിടെ എത്തിപ്പെടുന്നത് വളരെ മോശം യൂണിവേഴ്സിറ്റീസിലും ആവാം. അപ്പോ ജസ്റ്റ് നമ്മളിവിടെ സർവൈവലിന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങള് മാറും. ഓക്കെ, ഹർഷ പറഞ്ഞത് നല്ലൊരു ഇൻഫോർമേഷൻ ആണ്. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ കൂട്ടത്തിലുള്ള ആളുകൾക്കും അത് ഇൻഫോർമേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഹർഷ പറഞ്ഞു എന്ത്, നമുക്കിപ്പോ ഒരു കൺസൾട്ടന്റ് ത്രൂ പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം, നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മളെ ഈ ഒരു കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ അവരുടെ റിലേറ്റീവ്സിനൊക്കെ വേണമെങ്കിലും അതൊരു വാല്യുബിൾ നോളേജ് ആണ്. ഓക്കെ ഫൈൻ. സോ ഹർഷ, വി വിൽ മൂവ് ഫോർവേഡ്. അപ്പൊ ഇതിലിപ്പോ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കണം എന്ന് വിചാരിച്ച കുറെ കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അജണ്ടയിൽ നമ്മൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എൻഗേജ് ആൻഡ് ലേൺ. അതായത് ഇനിയിപ്പോ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഹർഷോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈം കൊടുക്കാം. ലെറ്റ് ദം ആസ്ക്. ഓക്കെ, ഞങ്ങളെ കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഹർഷ മാമിനോട് ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് പ്ലീസ്. എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അല്ലേ? ചെറിയ രീതിയിൽ ഉണ്ടാവണം. ആരെങ്കിലും ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യാം. ഹായ് മാം. പറയൂ. മാമിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഞാനിപ്പോ ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ ബിടെക് സ്റ്റുഡന്റ് ആണ്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്വാണ്ടിറ്റി സർവേയിങ് ആണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളതും, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എംടെക് എടുക്കാനും എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാം പറഞ്ഞ പോലെ ടീച്ചിങ് ഫീൽഡ് ഗേൾസിന് ഭയങ്കര നല്ലതായിരിക്കും എന്നുള്ള ഒരു എന്താ പറയാ ഒരു സ്പീക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് മാമിന് എന്താണ് പറയാനുള്ളത്? ടീച്ചിങ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളാണ് ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിലും. അപ്പൊ നമ്മളുടെ താല്പര്യമാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഇപ്പോ പിന്നെ പ്രൊഫഷൻ, ആസ് എ പ്രൊഫഷൻ, ടീച്ചിങ് പ്രൊഫഷൻ വളരെ കുറെ കൂടെ പ്രഷർ കുറവുള്ള ഒരു പ്രൊഫഷൻ ആയിരിക്കും അല്ലെ താജെ? അപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയല്ല, നമ്മളൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലെ പ്രഷറിനെ വെച്ച് നോക്കുമ്പം ടീച്ചർ ആവുന്നത് കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, നമുക്കൊരു ഫാമിലി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറയുന്നത്. അപ്പം കുട്ടികൾക്ക് വെക്കേഷൻ ഉള്ള സമയത്ത് നമുക്ക് വെക്കേഷൻ ഉണ്ടാവും. കുട്ടികൾക്ക് ഇൻ ദ സെൻസ് നമ്മുടെ കോളേജിന് ലീവുള്ള സമയത്ത് നമുക്ക് ലീവ് ഉണ്ടാവും. അങ്ങനത്തെ പല ബെനിഫിറ്റ്സും ടീച്ചിങ്ങിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഫാമിലി എപ്പോഴും നമ്മളെ ടീച്ചിങ്ങിന് കൂടുതൽ ഇത് തരുന്നത്. കുറെ കൂടെ ഗേൾസിന് പറ്റിയ ഒരു കാര്യമായിരിക്കും ടീച്ചിങ്. അപ്പോ എംടെക് എടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് ടീച്ച് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഉണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ടീച്ചിങ്ങില് ഏറ്റവും ചാൻസ് ഉള്ളത് ഒരു ട്രയലാണ്. നമ്മളൊന്ന് പഠിപ്പിക്കാൻ, ഇല്ലേ താജെ? നമ്മൾ പറയില്ലേ അല്ലെ, നമ്മള്
ഒന്ന് പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ഒന്ന് ഇവിടെ അവരുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. അതെ അപ്പൊ അതെ നമ്മൾ തന്നെ കണ്ണാടി നോക്കി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടോന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ആ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഒഴിവാക്കി നമുക്ക് അതാണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ഫോർ ദാറ്റ്. ഓക്കെ. എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നിലിരിക്കുന്നത് സ്റ്റുഡൻസ് ആണ്. സോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോവുക, എന്തെങ്കിലും പഠിപ്പിച്ചു പോവുക എന്നതല്ല. അതിലുപരി നമ്മുടെ ഒരു ഐഡിയയെ പ്രോപ്പർ ആയിട്ട് ആ വ്യക്തിയുടെ ക്ലാസ് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ തലയിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റണം. അതിനുള്ളൊരു സ്കില്ല് ഒരു പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ചില മോഡൽസ് കൊണ്ടുവരണം. ഇപ്പൊ സിവിൽ ആണെന്നുണ്ടെങ്കിൽ മോഡൽസ് കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അതിന്റെ ബിഹൈൻഡ് വർക്ക് ചെയ്തിട്ട് അതിനെ എങ്ങനെ ഈ കുട്ടിയെ ഈ വിഷയത്തെ കുറിച്ച് പ്രോപ്പറായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളൊരു മെത്തേഡ് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും, ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഉള്ളൊരു That's സ്കില്ല് a കൂടി good point. Yeah. അതിനുള്ള സ്കില്ല് കൂടി നമ്മൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് തുറക്കുക, അതിങ്ങനെ വായിച്ചു കൊടുക്കുക, എന്നാ പഠിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലാണെങ്കിൽ പിന്നെ ബെറ്റർ അതിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് നമ്മൾ കുട്ടികളോട് കാണിക്കുന്ന അനീതിയാണ്. അനീതിയാണ്. അതെ പിന്നെ അത് വലിയൊരു കാര്യമാണ്, പാഷനേറ്റ് ആവണം ടീച്ചേഴ്സ്. അതെ 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 പല ടീച്ചേഴ്സ്, അങ്ങനത്തെ ടീച്ചേഴ്സ് എപ്പോഴും സ്റ്റുഡൻസ് നമുക്ക് തന്നെ ചിന്തിച്ചാലറിയാം, നമുക്ക് ഓർമ്മ നിൽക്കുന്ന ടീച്ചേഴ്സ് അവർ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത്രയും തീർച്ചയായും ഹെൽപ്പ് തീർച്ചയായും ചെയ്യുന്ന തീർച്ചയായും ടീച്ചേഴ്സ് തീർച്ചയായും അതെ ഉണ്ട്. അതെ അതെ. നമ്മുടെ ജീജ മാം ഒക്കെ ആ ഒരു ടൈപ്പിലാ മിസ് പറയുന്നതായിട്ട് ഞാൻ ടീച്ചർക്കൊന്നും കേട്ടിട്ടുണ്ട്. ഒരാവശ്യമില്ലെങ്കിലും ടീച്ചർ ഇവിടെ കയറിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കി ഇത് ടീച്ചറിന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും കറക്റ്റ് ആണ്. അതെ. അപ്പൊ മാമിന് തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഇത് കിട്ടി. വളരെ സന്തോഷം. ഓക്കെ മാം. ഒരുപാട് ഇത് കിട്ടി. ശരിക്കും കേറാത്തവര് ശരിക്കും പറഞ്ഞാ ഒന്ന് വീഡിയോ ഓൺ ചെയ്യും. എന്റെ അല്ല, ടീച്ചർ തന്നെ ഓൺ ചെയ്യേണ്ടി വരും. മാമിന്റെ വീഡിയോ ഓൺ ചെയ്യണം. ഓൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല മാമിന് ഞാൻ ഇനി ഡിസേബിൾ ചെയ്തിട്ടില്ല. പുറത്തിറങ്ങി രണ്ടാമത് കയറണോ? ഇല്ല വേണ്ട, ഇല്ലല്ലേ? ഞാൻ ഡിസേബിൾ ഓൺ ചെയ്യാൻ ചെയ്തിട്ടില്ല. പറ്റില്ല. ഞാൻ വീഡിയോന്റെ പുറത്തിറങ്ങി ഐക്കണിൽ ഒരു രണ്ടാമത് ക്രോസ് കയറുന്നു. കാണുന്നുണ്ടോ? മാമിന്റെ അതന്നെ, അത് വീഡിയോ എനിക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ഞാൻ പുറത്തിറങ്ങി രണ്ടാമത് കയറുമ്പോഴേ ഓൺ ചെയ്യേണ്ടിയിരിക്കും. എനിക്കറിയില്ല. അതിപ്പോ അല്ല, ഓഡിയോ എന്താണ്? പറ്റുന്നുണ്ട്, പക്ഷെ വീഡിയോ പറ്റുന്നില്ല. ഒരു സെക്കൻഡ് മാം, ഞാനൊന്ന് നോക്കട്ടെ. ആസ്ക് ടു സ്റ്റാർട്ട് വീഡിയോ, ഞാനൊരു മെസ്സേജ് മാമിന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതില്? അതൊരു ശരിയല്ലല്ലോ എപ്പോഴും ഇങ്ങനെ മറന്നിട്ട് പറയുന്നത്. അപ്പം എന്തായാലും ഒരുപാട് ഇത് കിട്ടി. ഓഫ്കോഴ്സ് ഇത് എന്റെ ഒരു ആവശ്യം, എനിക്കിപ്പോ UK വർക്ക് ചെയ്യോ UAE വർക്ക് ചെയ്യല്ലോ, നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് തന്നെ കുട്ടികൾക്ക് അത് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പൊ ഞാൻ അതൊക്കെ പാസ് ചെയ്യും. പിന്നെ കേറാത്ത കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായി പോയി. താജ്, കൺഗ്രാറ്റ്സ്. ഈ ഒരു സ്റ്റൈലാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാല്. ഞാൻ ഹർഷയുടെ അടുത്തുനിന്ന് കാര്യങ്ങൾ ഇങ്ങോട്ട് പിടിഞ്ഞെടുക്കുന്നുണ്ട്. ഹർഷയും അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആണ്. പലതവണ ഞാൻ ചോദിച്ചത്, അപ്പൊ അവള് പറഞ്ഞ എനിക്ക് പ്രഭാഷണവും ക്ലാസ്സും ഒന്നും പറ്റില്ല മിസ്സേ. ഞാൻ ഒരുപാട് കാലമായിട്ട് ഹർഷന്റെ പിന്നാലെ കൂടിയതാണ്. അതുമല്ല, കുട്ടികൾ ആരും ക്യാമറ ഓൺ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പോലും സംസാരിക്കില്ല. അല്ല, ഹർഷ നന്നായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ടായിരിക്കും ഹർഷ നല്ല കംഫർട്ടബിൾ ആണ്. ആൻഡ് വളരെ ജെന്വിൻ ആയിട്ടുള്ള ഉത്തരങ്ങളാണ് ഹർഷയുടെ അടുത്ത് വരുന്നത്. ഇല്ല, ഇത് നമ്മള് ഹർഷയോട് ഹർഷയോട് നമ്മള് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഹർഷയ്ക്ക് കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു അല്ല അങ്ങനെയല്ല. പക്ഷെ ഹർഷനോട് ചോദിച്ചിരുന്നു ഞാൻ, ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആൻസർ ഹർഷക്ക് പറയാം, ആസ് പെർ യു, നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ഹർഷക്ക് പറയാം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള കുട്ടികള് അപ്പൊ നമുക്കൊരു ദേശ സ്നേഹം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എപ്പോഴും അവര് നല്ല സ്ഥലത്ത് എത്തിപ്പെടണം എന്നാണ് ആഗ്രഹം. അപ്പം UK വരാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ വന്ന് ഇവിടെ കെയർ ഹോംസിലും ഒക്കെ കയറുന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ കെയർ ഹോംസിൽ കയറരുത്, കാരണം നിങ്ങൾ 5 years അവിടെ സ്പോയിൽ ചെയ്യാണ്. അപ്പം കെയർ ഹോംസിൽ കയറരുത് എന്ന് പറയുന്നത് ഞാൻ സർവീസ് ബേസ് ചെയ്തിട്ടല്ല,
ഇത്രയും പഠിച്ച കുട്ടികള് സർവൈവലിന് വേണ്ടി ഇങ്ങനത്തെ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവരുടെ കരിയറിൽ അവർ 5 years സ്പോയിൽ ചെയ്യാണ്. അതാരും തിരിച്ചറിയുന്നില്ല. അപ്പൊ എനിക്ക് അങ്ങനെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അത് അവർക്ക് ബെനിഫിഷ്യൽ ആവട്ടെ എന്ന് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ താജ് പറഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു ഇത് അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട്. ഇവിടുന്ന് ഇപ്പൊ ഒരുപാട് കുട്ടികൾ പോകണ്ടായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ഹർഷ സംസാരിച്ചതിന് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഈ ഫീൽഡ് കിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞത്. അല്ലാതെ നമുക്ക് ഇന്റേൺഷിപ്സ് ഒരുപാട് ഓഫർ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് UAE മിഡിൽ ഈസ്റ്റിനെക്കാട്ടും ഇന്റേൺഷിപ്പ് കിട്ടാൻ ചാൻസസ് UK തന്നെയാണ്. അപ്പോ പക്ഷേ നമുക്ക് ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇപ്പൊ ഇവിടെ പഠിക്കാൻ വരുന്നതെങ്കിൽ അവര് PSW എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 2 years അവർക്ക് പോസ്റ്റ് സ്റ്റഡി വിസ കൊടുക്കും. അങ്ങനത്തെ ഒരു വിസ എടുത്തിട്ട് ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്ത് ഒരു കമ്പനിയിൽ നിന്ന് വർക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറെ കൂടെ ഒരു കമ്പനി വിസ കൊടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോ ഹാർഡ് വർക്കിനേലേറെ സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എവിടെ പോയാലും കിട്ടുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനുള്ള ഒരു എന്താ പറയാ സ്കിൽ വേണം. അല്ലാതെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ജോലി ഉറപ്പാണെന്ന് വിചാരിച്ച് എവിടേക്കും കേറിയിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഇന്റേൺഷിപ്പ് സമയത്ത് അവർക്ക് പിന്നെ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ അവിടെ? ഞാൻ പറയുന്ന ഇന്റേൺഷിപ്പ് പേയ്മെന്റ് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് നാട്ടില് ഞാനൊന്നും പേയ്മെന്റ് പ്രത്യേകിച്ച് ഒരു പേയ്മെന്റ് ഇല്ലാതെ നാട്ടിൽ ജോയിൻ ചെയ്തത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ UK പേയ്മെന്റ് കിട്ടും. അറ്റ് ദ സെയിം ടൈം നമ്മൾ പോസ്റ്റ് സ്റ്റഡി വിസയിലാവുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് സർവൈവൽ ജോബ്സും ചെയ്യാം. അപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ ഇന്റേൺഷിപ്പ് പേയ്മെന്റ് കുറവാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ പേയ്മെന്റ് ഇല്ലെങ്കിൽ തന്നെ അവർക്ക് പാർട്ട് ടൈം സർവൈവൽ ജോബ്സ് ചെയ്ത് കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ കണ്ടുപിടിക്കണം. അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പൊ അവിടെ എംടെക് ചെയ്യാനാണ് കുറെ കുട്ടിയോട് പോയിട്ടുള്ളത്. സ്റ്റുഡൻസ് അവിടെ എംടെക് ചെയ്യുന്നത് ഇവിടുത്തെ എംടെക് ആയിട്ട് പോകുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടുത്തെ ബിടെക് ആൻഡ് എംടെക് ആയിട്ട് പോകുന്നത് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഇപ്പൊ നാട്ടില് ഒരു കുട്ടിക്ക് 5 ലക്ഷം 10 ലക്ഷം ഫീസ് ആണെങ്കിൽ, എനിക്ക് അറിഞ്ഞൂടെ നാട്ടിലെ ഫീസ്, ആ ഫീസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് ചീപ്പ് യൂണിവേഴ്സിറ്റീസ് നോക്കി കുട്ടികൾ ഇങ്ങോട്ട് വരും. കൺസൾട്ടൻസ് പറഞ്ഞു കൊടുക്കും ഈ സ്കൂളിലാണ് ഇത്രയേ ഉള്ളൂ, ആ പൈസ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്ത് ഉണ്ടാക്കാം. ആ പോയിന്റിലാണ് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത്. കാരണം നാട്ടില് പാർട്ട് ടൈം ജോലി ചെയ്ത് ഒരു കുട്ടിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ ഉള്ള സമയം ജോലി ചെയ്ത് ആ കൊടുത്ത ക്യാഷ് ഉണ്ടാക്കും ചെയ്യാം, പഠിത്തവും നടക്കും എന്നുള്ള ഒരു പോയിന്റ് കണ്ടിട്ടാണ് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് തോന്നുന്നില്ല ഹർഷ. കാരണം ഇവിടെ എംടെക് അത്ര കോസ്റ്റ്ലിയേ അല്ല. എംടെക് വെരി ചീപ്പാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒന്നാമത് ഈ ടീച്ചിങ് പ്രൊഫഷനിൽ വരണം എന്നുള്ളവരാണ് PG ചെയ്യുന്നുള്ളൂ. ശരിക്കും അതേ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്ട്രക്ചറിലൊക്കെ ചെയ്ത് നമുക്കത് അങ്ങനെ നമ്മളെ ഇതിൽ കാണിക്കാൻ വേണ്ടി സ്ലിപ്പിലൊക്കെ. അപ്പൊ ശരിക്കും വർക്ക് എക്സ്പീരിയൻസ് ആണ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എംടെക് വളരെ ചീപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. മീൻസ് ചെറിയ ഫീസിനൊക്കെ കുട്ടികളെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനേക്കാളും എനിക്ക് മനസ്സിലായതിൽ കുട്ടികൾ അവിടെ പോകുന്നത് അവിടുത്തെ ഒരു ലൈഫ്, ഈ ഫേസ്ബുക്കിൽ ഇവിടെ അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും പിന്നെ ഫാമിലീസും കുറെ ഇതുണ്ടല്ലോ, റിലീജിയസ് റെസ്ട്രിക്ഷൻസും എല്ലാതരം റെസ്ട്രിക്ഷൻസും ഉണ്ട്. അവിടെ കുറച്ചും കൂടി അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ അതിനോട് ഒരു ഫാസിനേഷൻ തോന്നുന്നുണ്ട് അറിയാം കുട്ടികളാവുമ്പോ ഈ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസും ഒക്കെ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം പിന്നെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് ഒരു വർക്ക് ചെയ്യാനില്ല. അവര് ഫാമിലി അവര് വളരെ ഹാപ്പി അല്ലേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പുറത്ത് ചെല്ലുമ്പോ അവര് ചെയ്യുന്ന വർക്ക് വെക്കുമ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് സങ്കടം വരികയാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ആണ്. മിസ് പറഞ്ഞതാണ് ഫസ്റ്റ് പോയിന്റ്. കാരണം അവരുടെ ഒരു വെസ്റ്റേൺ കൾച്ചറിനോടുള്ള അട്രാക്ഷൻ, നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മളാകുമ്പോ. അപ്പൊ അതാണ് മെയിൻ കാര്യം. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ UK വെസ്റ്റേൺ കൺട്രീസിൽ ഉള്ള കുട്ടികളുടെ ഫോട്ടോസ് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. പിന്നെ എന്താ പറയാ, കോഴ്സിന്റെ ക്വാളിറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ബിടെക്കേ ചെയ്തിട്ടുള്ളൂ. ബിടെക്കിന്റെ ക്വാളിറ്റി ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ ക്വാളിറ്റി ഒന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല.
ഇവിടെ നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചാലേ പഠിക്കാൻ പറ്റൂ, ആരും നമ്മളെ പഠിപ്പിക്കുകയൊന്നുമില്ല. പിന്നെ ഇപ്പം എന്റെ ഹസ്ബൻഡ് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA ചെയ്തതാണ്. അതുകൊണ്ട് ആള് പറയും എൻ്റെ അടുത്ത്, നാട്ടിലെ ക്വാളിറ്റി ഓഫ് ഒരു MBA ഇവിടെ കിട്ടിയെന്ന് വരില്ല. ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ പഠിപ്പിക്കലും ഒക്കെ വളരെ കുറവാണ്. എക്സാംസ് ഇല്ല. അപ്പോ പഠിക്കാൻ കുട്ടികൾക്ക് എളുപ്പമാണ്. പിന്നെ ഇവിടെ കുട്ടികൾ ചെയ്യുന്ന ഒരു ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊജക്ട് ഉണ്ട്, ആ പ്രൊജക്ട് പൈസ കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് ചെയ്യിപ്പിക്കുകയാണ്. അതിനു വേണ്ടി കുറെ ഏജൻസീസ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പൊ അവര് വഴി പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പാസ്സാവാൻ പറ്റും. അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ. പഠിക്കും വേണ്ട, നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം, എൻജോയ് ചെയ്യാം. അതെ, അതാണ് അവരുടെ ചില സ്റ്റുഡൻസ് എന്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികൾ അങ്ങനെ കാശ് ഇതാക്കിയിട്ടൊക്കെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് ചെയ്യണം എന്നുണ്ട്. അപ്പൊ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പിന്നെ ഗൈഡൻസ് ഒക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട്. വളരെ ചുരുക്കി പലരും ഇങ്ങനെ തന്നെയാ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാനാകെ വണ്ടടിച്ചു. കാരണം ഇവിടുന്ന് ഒന്നും കൂടി ക്വാളിറ്റി ഉണ്ടെന്നാണ് പണ്ട് ഞാൻ വിചാരിച്ചത്. സ്റ്റുഡൻസിന് മെസ്സേജ് കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതാണ് അവിടുത്തെ സ്ഥിതി. ആർക്കും അതിനൊന്നും ഇവിടെ സമയമില്ല. അവർക്ക് ഈ ലൈഫ് സ്റ്റൈല് പിന്നെ പാർട്ട് ടൈം ജോബ് എല്ലാം കൂടി ആകുമ്പോ അവർക്ക് പ്രോജക്റ്റ് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ആകെ 2 കൊല്ലം ചിലവര് ഹസ്ബൻഡിനെ ഒക്കെ അവര് പിന്നെ റിസൈൻ ചെയ്യിപ്പിച്ചൊക്കെയാ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ ഫോട്ടോസും 2 വർഷം അങ്ങനെ കുട്ടികളെ നോക്കും വേണം. ഇവിടെ ആവുമ്പോ ഫാമിലി സപ്പോർട്ട് ഉണ്ട്, അവിടെ അതും ഇല്ല. എന്തുവാ പറയില്ല. പിന്നെ ജോലിയാണെങ്കിൽ വീട്ടിൽ ഒരു പണിയും ചെയ്യാത്ത കുട്ടികളാണ് അവിടെ പോയിട്ട് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചിട്ട് പിന്നെ അവിടെ പോയി ഇന്റേൺഷിപ്പ് ചെയ്ത് ജോലി ചെയ്യുന്നതാണ് നല്ലത്, അല്ലെ? അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ഇന്റേൺഷിപ്പ് ചെയ്യാനായി ഇവിടെ വരണമെങ്കിൽ അവർക്ക് വിസ വേണം. അപ്പം സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് വിസ കിട്ടും. വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊണ്ടുവന്ന റൂളാണോ എന്ന് അറിഞ്ഞൂടെ, ഒരു എന്താ യങ് ടാലന്റ് വിസയോ യങ് സ്കിൽഡ് വർക്ക് അങ്ങനെ ഒരു വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തോന്നുന്നു UK ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് 2 years വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് എത്രയോ കോട്ട ഉണ്ട്. അപ്പൊ അതിൽ വന്നൊരു കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഈ 2 years ഇന്റേൺഷിപ്പ് ചെയ്യാം. ഏതെങ്കിലും കമ്പനി അവരെ സ്പോൺസർ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷെ അതിനൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഹാർഡ് വർക്കിലേറെ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കണ്ടുപിടിച്ച് സെൽഫായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു, ഇപ്പൊ യൂട്യൂബും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതുവഴിയൊക്കെ കണ്ടുപിടിച്ച് ചെയ്യണം. അങ്ങനത്തെ വിസ ഉണ്ട്. ഞാൻ ജസ്റ്റ് അവർക്കൊരു ഹിന്റ് കൊടുക്കുകയാണ്. അവർക്ക് അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വരണം എന്നുള്ളവർക്ക് ആ വിസയാണ് ഏറ്റവും ബെസ്റ്റ് വിസ. അവർക്ക് ആ 2 years ഫ്രീ ആയിട്ട് നമ്മുടെ ജോലി ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ജോലി സെർച്ച് ചെയ്യാം. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ ഹർഷ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇടയിൽ കയറുകയാണ്. എന്റെ പേര് മോഡറേറ്റർ എന്നല്ലേ, അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഇടയിൽ കയറുകയാണ്. സോ അതായത് വി ആർ മൂവിങ് ഔട്ട് ഓഫ് ദി സബ്ജക്ട്. അപ്പോ ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാണ്ടോ? നജ്മ അല്ലേ ചോദിച്ചത് ഡൗട്ട്? നജ്മ ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ഇനി ആരെങ്കിലും എനിബഡി എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ്. ഇൽഹാമിന് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇൽഹാം ഞങ്ങളെ ടോപ്പറാണ്. എപ്പോഴും 10 out of 10 ആണ് മിക്കവാറും എല്ലാ സെമസ്റ്റേഴ്സിലും. ആള് കുറച്ച് സൈലന്റ് ആണ്. ചിലപ്പോ അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞാലേ ചോദിക്കുള്ളൂ. ബട്ട് ആളും ഇതൊക്കെയാണ്, റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഔട്ട്സൈഡ് ഇന്ത്യ പോയിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇൽഹാം ഇല്ലേ അവിടെ? ഇൽഹാം ഡൗട്ട് ചോദിച്ചോളൂ, മടിക്കാതെ ചോദിക്കൂ. പെൺകുട്ടിയല്ല, ഞാൻ ആൺകുട്ടിയെ വിചാരിച്ചു. പെൺകുട്ടിയാണ്. അവള് 10 out of 10 ആ മിക്കവാറും സെമസ്റ്റേഴ്സിൽ. നല്ല ഹാർഡ് വർക്കിംഗ് ആയ കുട്ടിയാ. ഇൽഹാമിനൊന്നും ചോദിക്കാനില്ലേ? അപ്പൊ ചോദിച്ചോളൂ.
എന്താ വെച്ചാല് നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ട് ഇപ്പൊ ഒരു ക്വാണ്ടിറ്റി സർവേയും ചെയ്തു, എന്നിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റും കണ്ടുപിടിച്ചു. പക്ഷെ ഇത് രണ്ടും തമ്മിൽ നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ടൈമിൽ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിക്ക് നമുക്കത് എങ്ങനെയൊക്കെ പ്രശ്നങ്ങളാവും? അത് നിങ്ങളൊരു റിയൽ പ്രൊജക്റ്റിലാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ തിയറിറ്റിക്കൽ കോസ്റ്റിന്റെ പുറമെ നമ്മുടെ ഒരു മാർജിൻ, അതായത് കമ്പനിക്ക് വേണ്ട ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇട്ടിട്ടാണ് നമ്മൾ ക്ലയന്റിന് ബില്ല് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഈ വാല്യൂ ഡിഫറൻസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പനീന്റെ പ്രോഫിറ്റ് കുറയും. അപ്പോ അതേസമയം നമ്മൾ ഇടുന്ന പൈസ ഒരു സേഫർ സൈഡ് നോക്കി കുറെ അധികം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് കിട്ടാതെ പോകും, കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത് കൊണ്ട്. അപ്പോ അത് ആണ് ഒരു മെയിൻ കാര്യം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി മാനേജേഴ്സും സുപ്പീരിയേഴ്സും എല്ലാം നമ്മുടെ വർക്ക് നോക്കും. നമ്മുടെ ഒരു ഫ്രഷർ കയറി കഴിഞ്ഞാൽ ഇത് അങ്ങനെ കൊണ്ടുപോയി ക്ലയന്റിന് ആരും സബ്മിറ്റ് ചെയ്യില്ല 99%. അപ്പൊ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഈ പ്രൊജക്ടിന് 1 million ആയിരിക്കും ഇതിന്റെ വാല്യൂ എന്നുള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവും. അതാണ് അവര് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്കില്ല്. അപ്പോ അതനുസരിച്ച് നമ്മളെ ഒന്നുകൂടെ റീവർക്ക് ചെയ്യാൻ അവര് ഓപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. പിന്നെ എപ്പോഴും നമ്മൾ സീറോസിന്റെ വാല്യൂ QS വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സീറോ മാറി പോയി കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് ഭയങ്കര ചേഞ്ച് ആവും. അപ്പൊ എപ്പോഴും ലെറ്റ് മീ ഇന്റർഫിയർ ഹർഷ. എന്റെ കമ്പനിയില് ബാമി ബിൽഡേഴ്സിൽ നമ്മുടെ QS ചെയ്തൊരു ആക്ടിവിറ്റിയിൽ പുള്ളിക്കാരൻ കോളത്തിന്റെ നമ്പർ 1, 2, 3 അങ്ങനെ ഇട്ടു. എല്ലാ കോളത്തിന്റെ നമ്പർ 1, 1 ആണ്. അപ്പൊ നമുക്കൊരു പ്രൊജക്ട് ലോസ് ആയി. ഏകദേശം അതിലൊരു എനിക്ക് തോന്നുന്നു ഒരു CRന്റെ ഡിഫറൻസ് വന്നു അവിടെ. ഒരു CRന്റെ ഡിഫറൻസ് അത് നമ്മൾ കോട്ട് ചെയ്തപ്പോൾ 2 CR ആണ്, ആക്ച്വലി 1 CR വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ എന്താണ് പുള്ളി ചെയ്ത മിസ്റ്റേക്ക് ഞങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചു. അതായത് പുള്ളി ഒരു കോളം സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത സമയത്ത് 1, 2, 3, 4, 5, 6 അങ്ങനെ പോയിട്ട് ഏകദേശം ഒരു 10-50ഓളം അങ്ങോട്ട് മാറി. അപ്പൊ ഒരു കോളത്തിന്റെ ക്വാണ്ടിറ്റി എടുത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റിയും സ്റ്റീലിന്റെ ക്വാണ്ടിറ്റിയും ഒക്കെ ഡബിൾ ആയിപ്പോയി. 10 times അത് ജസ്റ്റ് അത് എക്സലില് പുള്ളിക്ക് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് വന്നായിരിക്കാം. ഒരു കെയർലെസ് കാരണം കൊണ്ട് സംഭവിച്ചൊരു സംഭവം. നമുക്ക് ആ ഒരു കെയർലെസ് കാരണം കൊണ്ട് ഒരു പ്രൊജക്ട് ലോസ് ആയിപ്പോയി. അതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് കാര്യം. നമ്മൾ ഫസ്റ്റിലൊക്കെ അതായത് ബിഗിനർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര സ്ക്വയർ മീറ്ററിന് ഇത്ര ആയിരിക്കും എമൗണ്ട് വരിക എന്ന് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോ നമ്മുടെ വാല്യൂസ് കറക്റ്റ് ആയിട്ട് വരും. ഇൽഹാം നല്ലൊരു ഡൗട്ടാണ് ചോദിച്ചത്. അതെ, ഓക്കെ ഫൈൻ. ഇനി വേറെ ആരെങ്കിലും എനിബഡി? അങ്ങനെ വരുമ്പോ തുടക്കത്തിലൊക്കെ ജസ്റ്റ് സീനിയേഴ്സ് അവര് ചെക്ക് ചെയ്യില്ലേ? അല്ലാതെ ഒരു ജൂനിയർ കുട്ടി ആദ്യം ജോയിൻ ചെയ്ത കുട്ടിയുടെ വർക്ക് അങ്ങനെ കൊടുക്കുവോ? ഒരിക്കലും ഇല്ല. അതാ ഞാൻ പറഞ്ഞ 99%ഉം നമ്മുടെ മേലെയുള്ള സുപ്പീരിയേഴ്സിന് അറിയാം ഈ പ്രൊജക്ടിന് എത്രമാത്രം വാല്യൂ ഉണ്ട് എന്ന്. അപ്പൊ അവര് ചെക്ക് ചെയ്ത് നമ്മളെ അടുത്തൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടേ അത് പ്രൊസീഡ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്തു വന്നാൽ ഈ ഒരു പ്രോസസ്സ് അടുത്ത പ്രൊജക്റ്റിലും ഇത്ര ഡിഫറൻസ്, അതിന്റെ അടുത്ത പ്രൊജക്റ്റിൽ ഇങ്ങനെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു എംപ്ലോയിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ഞാനാണെങ്കിൽ പറഞ്ഞു വിടും. ആളിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇല്ല ആള് ആ മിസ്റ്റേക്ക് പുള്ളി തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കമ്മിറ്റ് ചെയ്തു, ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ടാണെന്നുള്ളത് ആള് പറഞ്ഞ്. അതുകൊണ്ട് വി ആർ ഓക്കെ. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തു, പുള്ളിയായിട്ട് തന്നെ റിസൈൻ ചെയ്തു. നല്ലൊരു അതിൽ ഓപ്പർച്യൂണിറ്റി. വലിയൊരു പ്രശ്നം വരുന്ന ഒരു ബ്ലെയിം ഗെയിം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ എല്ലാ ബ്ലെയിം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കാ വരിക, ജൂനിയർ ആവുകയാണെങ്കിൽ. അപ്പോ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് വരുമ്പം അത് ആരും ഏറ്റെടുക്കില്ല. അത് 2 തരത്തിലുള്ള സുപ്പീരിയേഴ്സ് ഉണ്ടാവും. ഒരു സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെയിം ഗെയിം കളിക്കുന്ന ടീംസ് ആണ്. അവര് എല്ലാം അവരുടെ അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിലേക്ക് ലിബറേറ്റ് ചെയ്ത് വിടുകയായിരിക്കും ചെയ്യുക. അപ്പൊ അതെപ്പോഴും ഡിപ്പെൻസ്. ഇനി എനിബഡി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമുക്ക് ഇനി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല.
സോ എനിബഡി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കം. അബ്ദുൾ റസാഖ്, ഇയാളും അതെ വളരെ സൈലന്റ് ആണ്, പക്ഷെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ക്വാണ്ടിറ്റി സർവേ ഫീൽഡ് തന്നെയാണ് പോവുക. നന്നായി പഠിക്കുകയും ചെയ്യും, പക്ഷെ സൈലന്റ് ആണ്. അപ്പൊ ഒന്നൊരു പ്രോത്സാഹിപ്പിക്കുകയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. സൈലന്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ കുറച്ചുകൂടിയും ആ സ്കില്ലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സൈലന്റ് ക്യാരക്ടർ ആയിരുന്നു, പക്ഷെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തിനെ ഒഴിവാക്കി വി ഹാവ് ടു കം ഫോർവേഡ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. സബ് കോൺട്രാക്ടേഴ്സുമായിട്ടും മാനേജേഴ്സുമായിട്ടും നമ്മൾ ചിലപ്പോൾ പലതും പ്രസന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ ആ ഒരു സ്കില്ല് നമുക്ക് കുറവാണെങ്കിൽ ആ സംഭവം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, നമ്മൾ അതിൽ വർക്ക് ചെയ്താൽ വി ഹാവ് ടു ഇംപ്രൂവ്. ഞാൻ മാത്സിൽ വീക്കായ ഒരു വ്യക്തിയായിരുന്നു. ഓവർകം ചെയ്യണം. തീർച്ചയായും പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. അത് പറ്റാത്തതല്ല. ഞാൻ മാത്സിൽ വീക്കായ ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് മാത്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫീൽഡിലാണ്. സോ ഞാൻ ആ ഒരു പ്രോബ്ലത്തെ എന്റെ പ്രോബ്ലം മനസ്സിലാക്കി സോൾവ് ചെയ്ത് വന്നതുകൊണ്ട് ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അപ്പോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കം ഫോർവേഡ്. ബാക്കിയുള്ള ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നമ്മുടെ ഈ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം, ക്യൂഎസ് റിലേറ്റഡ് ആയിട്ട്. നമ്മുടെ സ്കിൽസ് എപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞാലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവൂ. ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് സ്കിൽസ് ഉണ്ട്, അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവര് ഒബ്വിയസ്ലി വിചാരിക്കുക നമുക്ക് അതിനുള്ള സ്കില്ലില്ല. അറ്റ് ദ സെയിം ടൈം പല കുട്ടികളും വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ കുറെ അങ്ങ് തള്ളി വിടുന്ന പിള്ളേരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും, പക്ഷേ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ അത്യാവശ്യം നന്നായി പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. തീർച്ചയായും അതൊരു എന്താ പറയാ, നമ്മളെ അറ്റ് ദ എൻഡ് നമ്മൾ ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്, നമ്മൾ ടെക്നിക്കൽ നോളജ് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ നമുക്കൊരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ അവിടെ ഇന്റർവ്യൂവിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നമ്മളെ എന്താണെന്നുള്ളത് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ കഴിയണം. നമുക്ക് ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളെ കൂടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് സാർ എനിക്ക് ഇതിന് സ്കില്ലുണ്ട്, ഞാൻ ഇതിന് കഴിയും, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പ്ലീസ് ഗിവ് മി എ വർക്ക്, എനിക്കൊരു വർക്ക് തരൂ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ എനിക്ക് റീസെന്റ് വന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ പുള്ളി ഒരു ജോബ് വേക്കൻസി കണ്ടു, അതിൽ ഏകദേശം ഐ തിങ്ക് 2 or 3 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അതിൽ പറയുന്നത്. പക്ഷെ പുള്ളിക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസേ ഇല്ല, നമ്മളൊരു പോസ് ചെയ്തൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൾ ഈ 4 years or 3 years വേക്കൻസി കണ്ടപ്പോൾ അത് വാക്കിനാണ്, ആൾ ഡയറക്റ്റ് കമ്പനി പോയി ആളോട് സംസാരിച്ചു. അതായത് എനിക്ക് 3 years എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ നിങ്ങൾ എനിക്ക് വർക്ക് കൊണ്ട അല്ലെങ്കിൽ എന്നോട് ഇന്റർവ്യൂ ചെയ്ത് നോക്ക്, ഞാൻ അതിന് റിപ്ലൈ തരാം എന്ന് ആള് പറഞ്ഞു. അപ്പൊ അതിന്റെ ബേസിസിൽ ആളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആൾക്ക് ജോബ് കിട്ടി. അതായത് 4 years എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ആള് ഫ്രഷർ ആയിട്ട് കൂടി ആള് കയറാൻ പറ്റി. അതാണ് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ വി ബി സക്സസ്ഫുൾ. നമ്മൾ അതേപോലെ അത് വലിയൊരു പോയിന്റ് ആണ്. നമുക്കൊരു ഒരു ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ട് ഇത് നമുക്ക് മാച്ച് ആവുന്നില്ല എന്ന് നോക്കുന്നതിന് പകരം എന്തെങ്കിലും മാച്ച് ഉണ്ടോന്ന് നോക്കി അപ്ലൈ ചെയ്യണം. അപ്പോ അവർക്ക് വേറെ ആളെ അതിന് പറ്റിയ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ എന്നുള്ള ഒരു ചാൻസ് കിട്ടാൻ ഒരു സാധ്യത ഉണ്ട് അവിടെ. അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയാ, കുറെ കൂടെ മുന്നോട്ട് വന്നാലേ ഒരു കോമ്പറ്റീറ്റീവ് ജോബ്സ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ലിങ്ക്ഡിനിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏകദേശം ഒരൊറ്റ വേക്കൻസിക്ക് വേണ്ടിയിട്ട് 2000-ഓളം ആളുകൾ അപ്ലിക്കേഷൻസ് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അതായത് 2000-ഓളം ആളുകളിൽ നിന്നും നമ്മൾ യുണീക്കായി നിൽക്കണം, അല്ലെ? പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ വണ്ടർ അടിക്കും. അതേസമയം UK അത് വളരെ കുറവാണ്, 18 people ഒക്കെയാണ്. ചില സമയം 2 applicants ഒക്കെ ഉണ്ടാവും ഒരു ജോലിക്ക്. ഓക്കെ ഫൈൻ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിബഡി പ്ലീസ്. ഉണ്ടാവില്ല അല്ലെ? ആരും ഒന്നും പറയുന്നില്ല. സാറേ, അബ്ദുൾ റസാഖ് പറയൂ. ഞാൻ ഗീജ മിസ് പറഞ്ഞിട്ട് കയറിയതായിരുന്നു. മിസ്സിനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് കയറാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ എന്റെ മനസ്സിൽ കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതിപ്പോ സാറിട്ട 10 ക്വസ്റ്റ്യനിന്റെ കുറെ കൂടുതൽ നോളജും കിട്ടി.
അതെ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ അതെ അതെ ഇനി ഇത് പഠിക്കണത് ഇപ്പൊ ഞാൻ കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കണത്. അപ്പൊ ചിലർ പറയുന്നത് ഫുള്ള് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യണവരുണ്ട്, ഓഫ്ലൈനായിട്ട് കുറച്ച് പ്രൊവൈഡ് ചെയ്യണവരുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇത് ഓൺലൈനായി പഠിച്ചാൽ നമ്മൾ എത്തുമോ അതോ ഓഫ്ലൈൻ തന്നെ വേണ്ടി വരുമോ? അതിനെ കുറിച്ച് ഭയങ്കര കൺഫ്യൂഷനാണ്. അതായത് നമ്മള് എന്താ പറയാ, ഓൺലൈൻ ആണെങ്കിൽ അവരുടെ സിലബസ് നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, നമ്മളും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കോഴ്സാണ്, QS കോഴ്സാണ്. നമ്മളെ പോലെ തന്നെ ഒരുപാട് ആളുകളും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അറ്റ് ബേസിക് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഒരു സിലബസ് എന്താണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്, പിന്നെ ആ ഒരു കോഴ്സ് പഠിച്ച ആളുകളിൽ നിന്നും അവരോട് ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ എക്സ്പീരിയൻസ് എന്താണ്, അവർ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, തരുന്നുണ്ടോ, അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ നിങ്ങളൊരു പ്രൊഫഷണലുമായിട്ട് ഈ സിലബസിനെ കമ്പയർ ചെയ്യുക. ഞാൻ അത്രയും കോൺഫിഡൻസോട് കൂടി പറയുന്നത് ഈ എന്റെ സിലബസിൽ അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സിലബസ് ഏത് പ്രൊഫഷണലുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, ഏത് ഈ QS ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം, ഇത് ഓക്കെ ആണോ, ഈ ഒരു ജോബ്, ഈ ഒരു പ്രൊഫഷനിൽ കയറുന്ന ഒരാൾക്ക് ഈ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ മതിയോ എന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിലബസുകളും പ്രൊഫഷണൽസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്. കാരണം ചില ആളുകൾക്ക് ഓൺലൈൻ ഓക്കെ ആവും, ചില ആളുകൾക്ക് ഓൺലൈൻ പറ്റില്ല, ഇനി ഓഫ്ലൈനിലേക്ക് തന്നെ പഠിക്കണം എന്ന് പറയുന്നവരുണ്ടാവും. അത് അപ് ടു ദം. ഒരു അഡീഷണൽ പുഷ് വേണ്ട ആളുകൾക്ക്. ഇപ്പൊ അതെ അതെ ഓൺലൈനായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യണം. അതെ അതെ മറ്റത് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്താൽ നമ്മൾ റുട്ടീനായിട്ട് അത് ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് ഒരു കറക്റ്റ് അഡീഷണൽ പുഷ് വേണമെങ്കിൽ ഓഫ് കോഴ്സ് അതെ നമ്മള് കറക്റ്റ് കോഴ്സ് ആണ്, ചൂസ് ചെയ്യാം. കറക്റ്റ് ആണ്. പിന്നെ ഇനി ആരെങ്കിലും? താങ്ക് യു അബ്ദുൾ റസാഖ്, താങ്ക് യു. സോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും? എനി ഡൗട്ട്സ്? നമുക്ക് ഐ തിങ്ക് ഹർഷ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇപ്പോ അവിടെ എത്രയാണ് സമയം UK-ല്? 5:19 PM. 5:19. അതായത് സൂര്യ അസ്തമിച്ചിട്ടില്ല. ഇല്ല, ഇവിടെ ഇപ്പോ സൺസെറ്റ് ഒരു 8 o'clock ഒക്കെ ആവും രാത്രി 8 o'clock സൺസെറ്റ്. വെരി നൈസ്. ഞങ്ങൾ ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോ. പല ആളുകളും ചിലപ്പോ ബെഡിൽ ഇരുന്നിട്ടാവും ഇത് കാണുന്നുണ്ടാവുക. ഉറങ്ങി പോയിട്ടുണ്ടാവും. അതെ 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 അതെ. അപ്പൊ നമുക്ക് താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. നിഖിൽ സാർ പഠിപ്പിച്ചിട്ടുണ്ടോ ഹർഷേനെയും ഉണ്ട്. താജിനെയും? ഞാൻ നിഖിലിനെ സാറ് കണ്ടപ്പോ ഞാൻ ജോയിൻ വിചാരിച്ചു ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹത്തിൽ ഇപ്പൊ ജോയിൻ നിഖിൽ ചെയ്തിട്ടുണ്ട്. സാർ ആണോ എന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അത് ശരി, ഞാനും അത് ശ്രദ്ധിച്ചു. ഓക്കെ ഓക്കെ. അപ്പോ നിഖിൽ സാർ സാർ ഇപ്പോഴും ഉണ്ട് കോളേജില്. ആഹാ, അതാണ്. അടിപൊളി സാറാണ്, അതെ അതെ അതെ, ഓർത്തിരിക്കുന്ന ഒരു സാറാണ്. തീർച്ചയായും തീർച്ചയായും. അതെ, അപ്പോ അപ്പൊ താങ്ക്സ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ വർഷ? ഇപ്പോ ഞങ്ങളെ ഈ ഒരു ഇത്രയും സ്റ്റുഡൻസിന്റെ റെപ്രസെന്റ് ചെയ്തിട്ട് പറയാണ്, വി ആർ എന്താ പറയാ, താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്. വർഷയുടെ ഇപ്പൊ വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ഒരുപാട് QS റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഞങ്ങൾക്ക് തന്നതിന് എന്താ പറയാ, ഫ്രം ദി ബോട്ടം ഓഫ് ദ ഹാർട്ട്. പിന്നെ നമ്മുടെ സിയത്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാനറിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുപാട് താങ്ക്സ് ഹർഷയോട് പറയാണ്. ഇനിയും നമ്മൾ ഇതേപോലത്തെ ഒരു അവസരത്തിൽ ഹർഷയെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ പ്ലീസ്, ഓക്കെ, ഇനിയും ഹർഷ ഇതേപോലെ വരണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ ഓക്കെ. ഇനി വരുമ്പം ക്വസ്റ്റ്യൻസ് മാറ്റി പിടിക്കാം നമുക്ക്. തീർച്ചയായും തീർച്ചയായും. ഞാൻ ഇനി ഇപ്പൊ പറഞ്ഞല്ലോ, കുറെ പേര് പറഞ്ഞു, ഒരുവിധം ഒരു സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂല് വരാൻ സാധ്യതയുള്ള ഡൗട്ട്സ് ആണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫൈൻ. ബ്രില്യന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു താജ്. അതെ, താങ്ക് യു മാം, താങ്ക് യു മാം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ ഓക്കെ. പിന്നെ ജീജ മാം, താങ്ക് യു സോ മച്ച്, മാമും ഇതിൽ വന്നതിൽ. അതുപോലെ തന്നെ നിഖിൽ സർ, താങ്ക് യു സോ മച്ച്. പിന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഞാൻ എൻ്റെ പേരിൽ, അതുപോലെ തന്നെ ഹർഷ മാമിന്റെയും എല്ലാം പേരിൽ താങ്ക് യു പറയാണ്. സോ ഹർഷ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. ബൈ, ബൈ, ഗുഡ് നൈറ്റ്, ബൈ.